രാജീവ് ചന്ദ്രശേഖർജി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ഒന്നര ആഴ്ചക്കകം എന്നെ ഫോൺ വിളിച്ച് പറയുകയാണ്, ശ്രീലേഖ ഞങ്ങൾ വൈസ് പ്രസിഡന്റ് സ്ഥാനം തരാൻ പോവാണ്. ഞാൻ പറഞ്ഞു, അയ്യോ തരല്ലേ എനിക്ക് പറ്റില്ല. പക്ഷെ അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്തു. അത് ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു, ഞാൻ ഇന്ന് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്, യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്, ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം, ഒന്നും ചെയ്യണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അത് വന്നത്. അങ്ങനെയാണ് BJP നേതാവാകുന്നത്. അതെ, നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ സമയത്താണ് തച്ചങ്കരിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്നെ കാണുന്ന ആ നിമിഷം തൊട്ട് സംഹൗ ഹി ഡിഡ്ന്റ് ലൈക്ക് മീ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പോലീസിലെ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം താഴ്ത്തപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇഷ്ടം പോലെ. യെസ്. തമിഴ്നാടും കേരളവുമായിട്ട് മാത്രം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ തമിഴ്നാട്ടിലുള്ള പുരുഷന്മാര് ഭയങ്കര നല്ലവരാണ്. അവർ കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും അമ്മയെ കാണുന്നു, എന്നെ അമ്മ പേര് അല്ലേ. ഇവിടെയാണെങ്കിൽ എന്തടി പോകുന്നുണ്ടോടി, ചരക്ക് അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ആണ്. അത് എല്ലാവരും ഈവൻ പോലീസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശ്രീലേഖ ഇൻസേർട്ട് ചെയ്ത് ഷർട്ട് ഇടരുത് എന്ന് ഒരു സീനിയർ ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ശ്രദ്ധ തിരിക്കും എന്ന് പറഞ്ഞു. മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ സ്ത്രീ എന്ന നിലയിലുള്ള? ഉണ്ട്. പോലീസിലുള്ള മേലുദ്യോഗസ്ഥന്മാര് കൈ കയറി പിടിച്ചിട്ടുണ്ട്, തൊട്ടിട്ടുണ്ട് ആളുകളെ. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ സ്വിമ്മിംഗ് ഡ്രസ്സ് കണ്ടിട്ടുണ്ടോ? ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ഒരുമിച്ചാണ് ആ സ്വിമ്മിംഗ് ഡ്രസ്സ് ഇട്ടോണ്ട് പോലീസ് ചാടും. ആർക്കൊന്നും തോന്നിയിട്ടില്ല. ഇതുവരെ ഇതുപോലെയുള്ള ഒരു കമന്റ് ആരുടെ കയ്യിൽ നിന്നും എന്റെ സഹപ്രവർത്തകരുടെ ഇദ്ദേഹത്തിന്റെ നല്ലാതെ വന്നിട്ടേ ഇല്ല. എനിക്ക് മലയാളി ആയിട്ടുള്ള ആളുകളുടെ മെന്റാലിറ്റി മാത്രമാണ് ഇങ്ങനെ നോട്ടം ചൂഴുന്നത്. അതാണ് ഋഷിരാജ് സാറ് പറഞ്ഞത്. ജനങ്ങളെ സേവനം ചെയ്യാനുള്ള ഏറ്റവും നല്ല രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നിട്ട് മോദി വന്നപ്പോ സ്റ്റേജ് പിണങ്ങി നിന്നല്ലോ. പിണങ്ങി എന്നുള്ളത് നിങ്ങൾ പത്രക്കാരുണ്ടാക്കിയെടുത്ത അത് എന്റെ സ്ഥാനം. രാജേഷിന്റെ മേയർ എന്ന പ്രകടനത്തെ അങ്ങ് വളരെ ഹാപ്പിയാണോ? തീർച്ചയായിട്ടും, ഡെഫിനറ്റ്ലി. ഞാൻ മാത്രമല്ല, എന്റെ തിരുവനന്തപുരം ഞാൻ ഹാപ്പിയാണ്. വളരെ ഹിസ് ഡൂയിങ് വണ്ടർഫുൾ ജോബ്. നല്ല കറക്റ്റ് ഡിസിഷൻ ആണ്. കാരണം രാജേഷിന് അറിയാം എങ്ങനെയാണ് ഈ പ്രതിപക്ഷത്തിനെ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത്. നമസ്കാരം. മറുനാടിൻ്റെ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. വളരെ സുപരിചിതയായ ഒരു വ്യക്തിത്വമാണ് നമ്മൾ ഇന്ന് ഈ പോഡ്കാസ്റ്റിലൂടെ പരിചയപ്പെടുത്തുന്നത്. മറ്റാരുമല്ല, മുൻ DGPയും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും വട്ടിയൂർക്കാവിലെ BJP കാൻഡിഡേറ്റുമായ ആർ ശ്രീലേഖ IPS. നമസ്കാരം. താങ്ക് യു മാഡം. ഈ തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ എത്താൻ പറ്റിയില്ല, ആദ്യം നന്ദി പറയുന്നു. ഈ തിരക്കായതുകൊണ്ട് തന്നെ അധികം സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു വേദന എനിക്കുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ആലോചിക്കുന്നത്, ഈ BJPയോടുള്ള ഇഷ്ടം സർവീസിലുണ്ടായിരുന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നോ? ഇല്ല, സർവീസിൽ ഞാൻ ന്യൂട്രലായിരുന്നു. പൊളിറ്റിക്കൽ പാർട്ടിയോട് എല്ലാത്തിലും ഒരു ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോയ വ്യക്തിയായിരുന്നു. CBIയിൽ ഞാൻ ജോലി ചെയ്തിരുന്നപ്പോഴും BJPയുടെ സർക്കാരായിരുന്നു ഡൽഹി ഭരിച്ചിരുന്നത്. വാജ്പേയി അദ്ദേഹമായിരുന്നു PM ആയിരുന്നത്. അന്ന് ഞാൻ CBI ഡൽഹിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോഴും എനിക്ക് BJP ആസ് എ പാർട്ടി ഒരു അഫിനിറ്റി തോന്നിയിട്ടില്ല. എല്ലാ പാർട്ടിയും ഒരുപോലെ തന്നെ തോന്നിയിട്ടുള്ളൂ. കാരണം ഞങ്ങളൊരു സത്യപ്രതിജ്ഞ എടുക്കുമല്ലോ പോലീസിൽ, പാർട്ടിക്ക് അതീതമായി ജനങ്ങളെ സേവനം ചെയ്യാനായിട്ടുള്ള സത്യപ്രതിജ്ഞ എടുക്കുന്നത് കൊണ്ടായിരിക്കും അതിങ്ങനെ മനസ്സിൽ കിടക്കുന്നത്. എനിക്ക് കുറച്ച് ആത്മാർത്ഥത കൂടുതലാണ്. അങ്ങനെ ഒരു സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. ആ സത്യപ്രതിജ്ഞയോടുള്ള കൂറ് പുലർത്തിയിരുന്നു. എല്ലാത്തിനും സത്യപ്രതിജ്ഞ, നമ്മുടെ നിയമം, നീതി, എല്ലാത്തിനോടും ഒരു വലിയ കൂറായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ടായിരിക്കും പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് എക്സിസ്റ്റ്, വൺ ഓഫ് ദി പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി എന്നുള്ള മട്ടില് ഒരു തൂണാണല്ലോ ഡെമോക്രസി. BJP ചേരാൻ തീരുമാനിച്ചതിൻ്റെ കാരണം, ഞാൻ വിരമിച്ച ശേഷം ഞാൻ സ്വസ്ഥമായിട്ടിരിക്കാം, എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി, അത് കഴിഞ്ഞ് ഞാൻ എഴുതി, പുസ്തകം പബ്ലിഷ് ചെയ്തു. അങ്ങനെ ഒരു വിരമിച്ച നല്ല റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കാം, 33.5 വർഷം കഷ്ടപ്പെട്ടതല്ലേ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പല പാർട്ടിക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അവിടെ ജോയിൻ ചെയ്യൂ, ഇവിടെ ജോയിൻ ചെയ്യും. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് വന്നിരുന്നത് ആപ്പായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ PCC റിയാക്ട് സാറൊക്കെ എന്നെ പലവട്ടം വിളിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കി പാർട്ടിക്കാരും വിളിച്ചിട്ടുണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അദ്ദേഹത്തിനോട് എനിക്ക് കുറച്ച് അടുപ്പമുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം നിരന്തരം വിളിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ പാർട്ടിക്കാർ വിളിച്ചുകൊണ്ടിരുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ ഒരു ടെനർ മനസ്സിലാക്കുമല്ലോ, എങ്ങനെയാണ് വീഡിയോ ഞാൻ ചെയ്യുന്നത്, ഒരു ദേശീയത അല്ലെങ്കിൽ ഒരു സാംസ്കാരികത്തിൻ്റെ സ്നേഹം എന്നൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കും BJPയും ഇതുപോലെ വന്നു. പക്ഷേ BJP കുറച്ചും കൂടെ ഒരു അഗ്രസീവായിട്ടാണ് വന്നത്. അപ്പോൾ അവരുടെ ആൾക്കാർ ആദ്യം വന്നു, പിന്നെ എന്നെ സംഘിൻ്റെ പരിപാടികൾക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. RSSൻ്റെ ഈ അമ്മമാരുടെ പ്രവർത്തനത്തിന്, മഹിളാ മോർച്ചയുടെ ഏതെങ്കിലും മീറ്റിങ്ങിന് കൊണ്ടുപോകാൻ തുടങ്ങി. പിന്നെ പതുക്കെ പാർട്ടി ചേരാൻ തീരുമാനിച്ചിട്ടില്ല. ഇല്ല, അതൊരു 4.5 വർഷത്തോളം നീണ്ടു നിന്നിട്ടാണ് ഒരു ദിവസം വന്നിട്ട് പറയുന്നത് പാർട്ടിയിൽ ഒരു അംഗത്വം എടുക്കണം എന്ന് വന്ന് പറയുന്നത്.
അത് 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, എനിക്ക് അതിനൊന്നും തൊലിക്കട്ടിയില്ല. ഞാനൊരു വളരെ സിമ്പിൾ ഒരു ആളാണ്. എനിക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ തൊലിക്കട്ടിയുള്ളൊരു പരിപാടിയാണ്. എന്ത് നേരിടാനുള്ള ചങ്കൂറ്റം വേണമല്ലോ. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിന്നത്. അപ്പം ഞാൻ ഒരു ആത്മീയമായിട്ട് ഒരു യാത്രയും കൂടെ ആ സമയത്ത് നടത്തിയിരുന്നു. അപ്പോൾ ഓരോ മെഡിറ്റേഷൻ രാവിലെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് മെഡിറ്റേഷൻ കഴിഞ്ഞ് അങ്ങനെ ഒരു ദിവസം മെഡിറ്റേഷൻ കഴിഞ്ഞ് എണീറ്റപ്പോൾ എന്നോടിങ്ങനെ ആരോ പറയുന്ന പോലെ തോന്നി. അടുത്ത പ്രാവശ്യം വന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറയണ്ട എന്നിങ്ങനെ മനസ്സിലിരുന്നാലോ പറയുന്ന പോലെ തോന്നി. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് അവർ വീണ്ടും വന്ന് ചോദിക്കുന്നത്. സെപ്റ്റംബർ മാസം ഇങ്ങനെ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നു, മോഡിജി മെമ്പർഷിപ്പ് പുതുക്കുന്നു. അതോടൊപ്പം കേരളത്തിൽ നിന്ന് കുറച്ച് പേര് 2000 പേരെ ഞങ്ങൾ BJPയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ മാഡത്തിൻ്റെ പേര് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ലൊരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആക്റ്റീവ് പൊളിറ്റിക്സിൽ വരില്ല, പക്ഷേ ഞാൻ മെമ്പർഷിപ്പ് എടുക്കാം. കാരണം എനിക്ക് ആ ഒരു മനസ്സിൽ കിടപ്പുണ്ട്, നോ പറയരുത്. അതുകൊണ്ട് ഞാൻ ഒരു മെസ്സേജ് കൊടുക്കാമല്ലോ, BJP എന്നുള്ളൊരു പാർട്ടിക്ക് ഒരു ഐത്തം കൽപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു മട്ടിൽ ഞാൻ എൻ്റെ മെമ്പർഷിപ്പിനെ സമ്മതിച്ചതാണ്. പക്ഷേ ദാറ്റ് ബിക്കേം എ ഹ്യൂജ് അഫെയർ. ഒരുപാട് പത്രക്കാരും ഒരുപാട് ആളുകളും വന്ന് നല്ല പബ്ലിസിറ്റി കിട്ടി, നാഷണൽ പബ്ലിസിറ്റി കിട്ടിയ വാർത്തയായി. കാരണം അന്ന് അണ്ണാമലയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കേരളത്തിലും ഒരു IPS ഓഫീസർ ഇങ്ങനെ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു എന്നുള്ളത് ആയി. അതോടെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നിൽക്കാൻ തോന്നി. ഇല്ല, അപ്പോഴും ആക്റ്റീവായിട്ട് നിന്നില്ല. പിന്നെ വന്നതെന്ന് വെച്ചാൽ PM മോദിജി ഒരു ദിവസം വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്നോട് ലൈനപ്പിൽ ചെന്ന് നിൽക്കാൻ പറഞ്ഞു റിസീവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആരുമല്ല പാർട്ടിയിൽ, ജസ്റ്റ് എ മെമ്പർ. പക്ഷേ എന്നാലും എനിക്ക് ആ ലൈനപ്പിലൊരു സ്ഥാനം കിട്ടി. അങ്ങനെ ഞാൻ ലൈനപ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ റിസീവ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് രാജീവ് ജി വരുന്നത്. രാജീവ് ചന്ദ്രശേഖർജി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത 1-1.5 ആഴ്ചക്കകം എന്നെ ഫോൺ വിളിച്ച് പറയുകയാണ്, ശ്രീലേഖ ഞങ്ങൾ വൈസ് പ്രസിഡൻറ്റ് സ്ഥാനം തരാൻ പോവാണ്. ഞാൻ പറഞ്ഞു അയ്യോ തരല്ലേ എനിക്ക് പറ്റില്ല. അന്നും ഞാൻ റെസിസ്റ്റ് ചെയ്തു. ഫസ്റ്റ് ഇമ്പൾസ് വാസ് ടു റെസിസ്റ്റ് എവറിത്തിങ്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്തു. അത് ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു, ഞാൻ ഇന്ന് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്, യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്, ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം, ഒന്നും ചെയ്യണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അത് വന്നത്. അങ്ങനെയാണ് BJP നേതാവാകുന്നത്. അതെ. ഈ ആത്മീയതയുടെ കാര്യം പറഞ്ഞപ്പോൾ അതൊന്നും എനിക്കറിയാൻ കൂടുതൽ താല്പര്യമുണ്ട്. എന്താണ് ഈ സ്പെഷ്യൽ സ്പിരിച്വാലിറ്റി മാഡത്തിനുള്ളത്? എന്താണെന്നോ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന ആ സമയം അത്രയും ഞാൻ ഒരുപാട് ഹരാസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. പല വിധത്തിൽ പല ആളുകളുടെ സ്ഥലത്ത് നിന്നും പല പബ്ലിക്കായിട്ടും മീഡിയയിലൂടെയും ഒക്കെ ഒരുപാട് ദിവസവും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന എൻ്റെ ആരോഗ്യം ഭയങ്കരമായിട്ട് മോശമായി. അപ്പോൾ അതിൻ്റെ ബേസിസിൽ എനിക്ക് കുറച്ച് മാനസിക ബുദ്ധിമുട്ട് കാരണം അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓരോരോ ശാരീരിക പ്രയാസങ്ങളും വരുന്നത് നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് വെച്ചിട്ടാണ്. ഇത് ഞാൻ നമുക്ക് അതിലേക്ക് പോകാം. അപ്പം ഈ തച്ചങ്കരി ഹോട്ടലായിരുന്നു ഏറ്റവും വലിയ വിഷയം അല്ലേ? ആണ്. എൻ്റെ ബാച്ച്മേറ്റ് ആണ് ആള്. ആണോ? എൻ്റെ ബാച്ച്മേറ്റ്. ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിങ് ചെയ്ത ആൾക്കാരാണ്. ഞങ്ങൾ മസൂറിയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. മസൂറി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ സമയത്താണ് തച്ചങ്കരിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്നെ കാണുന്ന ആ നിമിഷം തൊട്ട് സംഹൗ ഹി ഡിഡ്ന്റ് ലൈക്ക് മീ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ആദ്യത്തെ വനിതാ IPS ആണ്. മലയാളികളായിട്ട് ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ IPSൽ ആ സമയം. താല്പര്യമില്ല, എനിക്കറിയില്ല എന്താ. അപ്പം ആദ്യത്തെ പ്രാവശ്യം കാണുന്ന സമയം തൊട്ട് ഹി വാസ് ടാർഗറ്റിംഗ് മീ ഇൻ സം വേ ഓർ ദി അതർ. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അറിയാലോ സമൂഹത്തിൽ. കാരണം വേണ്ടേ? എനിക്കറിയില്ല കാരണം എന്താണ്. ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട്, എനിക്കറിയില്ല കാരണം എന്താണ്, ഇപ്പോഴും അറിയില്ല. പിന്നെ ഈ സർവീസിൽ ഉടനീളം അദ്ദേഹത്തിന് ഉടനീളം കഥകൾ സ്പ്രെഡ് ചെയ്യുക, അതൊക്കെ ഞാൻ വിട്ടുകളഞ്ഞതാണ്. ഞാൻ ഇപ്പോൾ സ്പിരിച്വലായ ശേഷം ഞാൻ ഐ ടോട്ടലി ഫോർഗേവ് ഹിം. കാരണം പൊട്ടിത്തെറിച്ചിരുന്നല്ലോ, ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട്. കാരണം ഞാൻ പ്രതികരിക്കാൻ പോകുമ്പോഴേക്കും അത് ഒരുപാട് വഷളാവാറുണ്ടായിരുന്നു. അല്ല, എന്താ ഏറ്റവും വലിയ ഉപദ്രവം എന്താ അദ്ദേഹം നടത്തിയിട്ടുള്ളത്? ഒരുപാട് ഉപദ്രവങ്ങൾ. മാധ്യമങ്ങളെ സ്വാധീനിച്ചുകൊണ്ട്, ചില വ്യക്തികളെ സ്വാധീനിച്ചുകൊണ്ട് എനിക്കെതിരെ കള്ളക്കഥകൾ പരത്തിയത് മുഴുവനും ഇദ്ദേഹം അതിൻ്റെ പുറകിലെന്നുള്ളത് എനിക്ക് വിവരം പിന്നീട് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ വന്ന് പിന്നീട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. പല വട്ടം എൻ്റെ അടുത്ത് വന്ന് കാലി വീണ് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. അത് വലിയ കേസൊക്കെ ആയി കഴിയുമ്പോൾ ഓരോ കാര്യവും ചീറ്റി പോകുമ്പോൾ അദ്ദേഹത്തിന് തന്നെ നാണക്കേടായി ഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വന്ന് മാപ്പ് പറയുന്നത്. അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവും ഞാനിത് തുടർന്ന് പോയാൽ ശരിയാവില്ല, ശ്രീലേഖ ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. ASP ആയ സമയത്ത് തൊട്ട് അലക്സാണ്ടർ ജേക്കബ് സാറ്, സോമരാജൻ സാറ്, എല്ലാ DGPമാരും വിളിച്ച് തച്ചങ്കരിയെ ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെൻറ്റർ വഴക്ക് പറയും ഈ കാര്യത്തിൽ ശ്രീലേഖ ഉപദ്രവിക്കില്ല. അപ്പോൾ അവരോട് പറയും ഇല്ലേ സാർ ഞാനൊന്നും ചെയ്യാറില്ല എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം നേരിട്ട് വരാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കും. കാരണം എന്താണെന്ന് അദ്ദേഹം ആർക്കും അറിയത്തില്ല. കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്താണ് അദ്ദേഹത്തിന് എന്നോടുള്ള ഇത്ര വലിയ, എന്നെക്കാളും ഇളയതാണ്, 2.5 വയസ്സ് ഇളയതാണ്. ഒരേ ബാച്ചാണ്.
എന്നെക്കാളും 2.5 വയസ്സ് ഇളയതാണ്. ഞാനൊരു അനിയൻ്റെ സ്ഥാനത്ത് കാണാമല്ലോ, ഒരു മലയാളിയല്ലേ എന്ന് വിചാരിച്ച് ആദ്യം കുറച്ച് പോയിട്ടുമുണ്ട് ആളുടെ അടുത്ത്. സംസാരിച്ച ഞാൻ കുറച്ച് ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിലാണോന്നും എനിക്കറിയില്ല. പെട്ടെന്നല്ല, ഒരിക്കലും സെറ്റിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല ആ വിഷയം. സെറ്റിൽ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് മാപ്പ് പറയുമ്പോൾ ഐ ഫോർഗീവ് ഓൾ ദ ടൈം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് തുടരും കുറച്ച് സമയം. അത് കഴിഞ്ഞ് വീണ്ടും എനിക്കെന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുമ്പോൾ, എനിക്കൊരു മെഡൽ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രസിഡൻറ്റിൻ്റെ അവാർഡ് കിട്ടുമ്പോൾ, ഹൈക്കോടതിയെ എനിക്കൊരു പബ്ലിസിറ്റി കിട്ടുമ്പോൾ, നല്ല കാര്യം ചെയ്തു, ഒരു കേസ് തെളിയിച്ചു എന്ന് പറഞ്ഞ് പത്രത്തിൽ വാർത്ത വന്ന അടുത്ത നിമിഷം തുടങ്ങും അടുത്തത്. ഈ അദ്ദേഹം ഉപദ്രവിച്ചു ഏതെങ്കിലും ഒരു സംഭവം എന്ന് പറയാമോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്? വലിയ പ്രയാസമാണ്, കാരണം അത്ര അധികം ഉണ്ട്. നമ്മളത് പറയാൻ പോയാൽ ഒരു 2 മണിക്കൂർ അതിന് തന്നെ വേണ്ടി വരും. വേറൊരു എപ്പിസോഡ് ഇത് മാത്രമായിട്ട് ചെയ്യാം. അതിനെനിക്ക് തോന്നുന്നു ടോമിനെയും കൂടെ വിളിച്ച് അടുത്തിരുത്താം. അത് ഭയങ്കര ഡിപ്ലോമറ്റാണ് അദ്ദേഹം, ആളുകളോട് ഭയങ്കര സൗഹൃദം കാണിക്കുക. എല്ലാത്തിലും ഡിപ്ലോമാറ്റ് മാത്രമല്ല, അതിബുദ്ധിമാനാണ്, മിടുക്കനാണ്. ഹീസ് എ ഗ്രേറ്റ് ബിസിനസ് മാൻ. നല്ല അക്യൂമൻ ഉണ്ട്, IT-യിൽ നല്ല മിടുക്കനാണ്, എല്ലാ ഫീൽഡിലും ആൾ മിടുക്കനാണ്. പക്ഷേ എൻ്റെ കാര്യം വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് എന്താണെന്നറിയില്ല, ഒരു എന്നുള്ളൊരു സാധനമാണ്. ശേഷം പരിഹരിച്ചു, ഇപ്പൊ കുഴപ്പമില്ല. എൻ്റെ മോൻ്റെ കല്യാണത്തിനൊക്കെ വന്നു വലിയ സ്നേഹമാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഇപ്പോൾ ഇലക്ഷൻ നിൽക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് വിളിച്ചു. ഇടയ്ക്ക് വരുമ്പോൾ കാണാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണോ ആത്മീയതയിലേക്കുള്ള ഒരു കാരണമാകുന്നത്? മെയിൻലി ആത്മീയതയ്ക്ക് അത് മാത്രമല്ല കാരണമാകുന്നത്, പല വിശ്വാസിയാണല്ലോ, അമ്പലത്തിൽ ആണ്. ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ എല്ലാ വർഷവും പോയിക്കൊണ്ടിരുന്നതും പിന്നെ എല്ലാ അമ്പലങ്ങളിലും പൂജ. എൻ്റെ കുടുംബത്തിലാകെ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വിശ്വാസി. എൻ്റെ ഭർത്താവ് അത്തീസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അഗ്നോസ്റ്റാണ്. എൻ്റെ മോനാണെങ്കിൽ പണ്ടേ ഇങ്ങനെ ഇഷ്ടമില്ലാത്തതാണ്. അപ്പം ഞാൻ മാത്രമേ, അവർക്ക് വേണ്ടിയും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ അത് മാത്രമല്ല, എൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളെക്കാളും ക്ഷേത്രങ്ങളെക്കാളും നമ്മുടെ മതത്തിനേക്കാളും ഒക്കെ അതീതമായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിൽ വിശ്വസിക്കുന്നയാളാണ് ഞാൻ. എല്ലാത്തിലും. ഇപ്പം ഞാനിപ്പോൾ ഷാജലിലും ദൈവത്തെ കാണുന്നുണ്ട്. അങ്ങനെ തച്ചങ്കരിയിലും ഞാൻ ദൈവത്തെ കാണുന്നത് കൊണ്ടാണ് അയാളോട് ഇത്രയും ഫോർഗീവ് ചെയ്യാൻ എനിക്ക് പറ്റുന്നത്. ഞാൻ എല്ലാത്തിലും ആ ദൈവികത കാണുന്ന ഒരു ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് മാറിയോ? ഏതെങ്കിലും ഒരു ആത്മീയ ഇല്ല. ഞാൻ ശ്രമിച്ചു. ഞാൻ ഒരുപാട് സ്കൂളുകളിൽ പോയി, പലയിടത്തും ഞാൻ ശ്രീ രവിശങ്കറിൻ്റെ ആർട്ട് ഓഫ് ലിവിങ് ശ്രമിച്ചു. മറ്റേ ഈശാ സെൻറ്ററിലെ യോഗി സദ്ഗുരു അദ്ദേഹത്തിൻ്റെ ശ്രമിച്ചു നോക്കി. പിന്നെ ശ്രീ എമ്മിൻ്റെ കുറേ മെഡിറ്റേഷൻ നോക്കി. ബ്രഹ്മകുമാരീസിൻ്റെ ഒന്നും എനിക്ക് വർക്കൗട്ടായില്ല. എനിക്ക് വർക്കൗട്ടായത് എൻ്റെ തന്നെ ഉള്ളിലേക്ക് ഞാൻ നോക്കിയിരുന്നതുകൊണ്ടാണ്. കുറച്ച് പ്രയാസമാണ്. അത് ശ്രമിച്ച് നോക്കിയിട്ടുള്ളവർക്കേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതായത് ഈ മെഡിറ്റേഷൻ എന്നുള്ള ഒരു കാര്യം വളരെ പ്രധാനമാണ് ഒരാളുടെ ജീവിതത്തിൽ എന്ന് മനസ്സിലാക്കിയ സമയം. കാരണം എൻ്റെ സിക്നസ് മുഴുവൻ മാറിയത് മെഡിറ്റേഷൻ കൊണ്ട്. 4 ഓപ്പറേഷൻ വേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വളരെ ഒരു വിരൂപരൂപിയായി മാറി ഞാൻ ഇടക്കാലത്ത്. നല്ലപോലെ ഹോർമോൺസ് കഴിച്ച് വണ്ണം വെച്ച് എല്ലാം എവറിത്തിങ് വാസ് ഡിഫിക്കൽട്ട് ഫോർ മീ. ഇപ്പോൾ ഡെലിവറി ഡിഫിക്കൽട്ടായിരുന്നു, എൻ്റെ പ്രഗ്നൻസി ഡിഫിക്കൽട്ടായിരുന്നു. ഓരോ സ്റ്റേജസ് ബൈ സ്റ്റേജസ് ആയിട്ട് എൻ്റെ ഓരോ അവയവങ്ങളായിട്ട് മോശമായി വരുന്നു. ഇങ്ങനെ ചെവി കേൾക്കാൻ പാടില്ലാതായി, തൈറോയിഡ് പ്രോബ്ലമായി, എൻ്റെ ലിവർ കുറച്ച് പ്രോബ്ലം, ഗോൾ സ്റ്റോൺസ് വന്നു. അത്യാവശ്യം ശരീരം ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളാണല്ലോ ആയിരുന്നു. അത് കഴിഞ്ഞ് ഡെയിലി നടന്നിരുന്ന ആളായിരുന്നു. പക്ഷെ എന്നാലും വളരെയായിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ വന്നിട്ട് കറുത്ത്, അങ്ങനെ വല്ലാതെ മുടിയൊക്കെ കൊഴിഞ്ഞ്, അങ്ങനെ വല്ലാത്ത ഒരു രൂപമായി മാറിയപ്പോൾ എനിക്കൊരു ദിവസം തോന്നി, ഈ മരുന്ന് കഴിച്ചുകൊണ്ടുള്ള ജീവിതം അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനെന്താ ഒരു പോംവഴി എന്ന് നോക്കിയപ്പോഴാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് വായന. എൻ്റെ ചെറുപ്പം കാലം തൊട്ടുള്ള വായനയിലൂടെയാണ് ഞാൻ ഇതെല്ലാം ശീലിച്ചത്. അപ്പോൾ വായന വന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേ സ്റ്റേജ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സ്പിരിച്വലായിട്ടുള്ള വീഡിയോസും ഓഡിയോസൊക്കെ കാണാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എല്ലായിടെയും ഞാൻ കണ്ടു. എല്ലായിടെയും സമയം സ്പെയർ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടെയൊക്കെ വീഡിയോസും ടോക്സും ഒക്കെ കേട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു ഡേ എങ്ങനെയായിരിക്കും സ്പിരിച്വൽ പ്രാർത്ഥന, മെഡിറ്റേഷൻ? ഇപ്പം കഴിഞ്ഞ 3-4 മാസമായിട്ട് അത് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. പക്ഷേ യൂഷ്വലി ഞാൻ ചെയ്യാറുള്ളത്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാനൊന്ന് ചെറുതായിട്ട് നടക്കും. ഒരു 15 to 20 minutes ഞാൻ എൻ്റെ പരിസരത്ത് തന്നെ വളരെ ലൈറ്റായിട്ട് നടക്കും. തിരിച്ച് വന്ന ശേഷം ഒരു കോഫി കുടിച്ചിട്ട്, ഞാൻ empty വയറിൽ ഇരിക്കാറില്ല, കുടിച്ചിട്ട് ഞാൻ ഇരിക്കും. ഒരു 15 മിനിറ്റിൻ്റെ ഒരു തീരുമാനം മനസ്സിലെടുത്ത് കഴിഞ്ഞ് വെറുതെ ഇരിക്കും. അല്ല, ഒരു മ്യൂസിക് ഏതെങ്കിലും ഒരു ഓം എന്നുള്ള മ്യൂസിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും നേച്ചർ മ്യൂസിക്കോ, പക്ഷികളുടെ കരച്ചിലൊക്കെ നല്ല നല്ല മ്യൂസിക് ഒരുപാടുണ്ട്. അത് ഏതെങ്കിലും വളരെ ലോ വോളിയത്തിൽ ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ടാണ് ഞാൻ കേൾക്കുന്നത്. എന്നിട്ട് ഞാൻ വെറുതെ കണ്ണടച്ച് ഇതുപോലൊരു കസേരയല്ല, എനിക്ക് ഇങ്ങനെ ചമ്മടം പടന്നിരിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് വെറുതെ ഇതുപോലൊരു കസേരയിൽ കഴിയുന്നത്ര സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് ഉറങ്ങിപ്പോത്തില്ലേ? ഇല്ല,
ഇല്ല. അത് കാരണം ഉറങ്ങി എണീറ്റ് ഞാൻ രാവിലെ ഉറങ്ങിപ്പോവും. എൻ്റെ ഹസ്ബൻഡും പറയാറുണ്ട് ശ്രമിച്ചിട്ട് ഉറങ്ങിപ്പോയി എന്ന്. ഇപ്പൊ എന്ത് സ്ഥലം അങ്ങനെ ചെയ്താൽ ഉറങ്ങിപ്പോവും. ഇല്ല, ഞാൻ വെറുതെ ഏറ്റവും ഇരുട്ടുള്ള മുറിയിലിരിക്കും. ഞാൻ ബെഡ്റൂമിൽ തന്നെ ഒരു കസേര ഇതുപോലെ ഒരു ശബ്ദവും ബാഹ്യ ശബ്ദമൊന്നും ഇല്ല. ഇല്ല, ഇത് മാത്രം, ഈ ഒരു ഫോൺ ഇത് മാത്രം കേട്ട് ഞാൻ കോൺസെൻട്രേറ്റ്. എന്നിട്ട് ഓം അല്ല, ഓമോ ഏതെങ്കിലും ഒരു മ്യൂസിക്കോ അല്ല, ഞാൻ പറഞ്ഞു ഓം പറയൂ, ഓംകാരം പറയില്ല. ഇല്ല. നമ്മൾ വെറുതെ ഇരിക്കുക. എന്നിട്ട് നമ്മുടെ പ്രാണനാണ് ശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാണവായു ശ്വാസം, പ്രാണ എന്ന് പറയുന്ന അകത്തോട്ട് വലിക്കുന്നു, പുറത്തോട്ട് പോകുന്നു എന്നുള്ളത്, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇപ്പോഴത്തേനേക്കാളും വളരെ പതുക്കെയായിട്ട് മാറും. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ശ്വാസവും ഹാർട്ട് ബീറ്റും മാത്രം ശ്രദ്ധിച്ചിരുന്ന മ്യൂസിക് പുറകെ കൂടെ നടന്നു കഴിഞ്ഞാൽ ചിന്തകൾ നിൽക്കും. നമ്മുടെ ചിന്തകളാണ് നമ്മൾ മെഡിറ്റേഷനിൽ നിന്ന് തടയുന്നത്. മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് കുരങ്ങന്മാരെ പോലെയാണെന്ന് പറയും. ഞാൻ ചാടി പോകും. ചിന്തകൾ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തത്. ഈ പ്രാണൻ എടുക്കുകയും പോവുകയും ചെയ്യുമ്പോൾ എല്ലാ ചിന്തയും മാറും. ഇല്ല, നമ്മൾ ഈ കേൾക്കുന്നത് അതിൽ മാത്രം ചിന്തകൾ വരാം ഇടയ്ക്ക്. പക്ഷെ നമ്മൾ അത് മാറ്റി വെച്ച് വീണ്ടും നമ്മൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ശ്വാസവും ഹൃദയമിടിപ്പും ഒരുപോലെ നമ്മൾ ഒരേ സമയം ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ചിന്തകൾ നിൽക്കും. ഇത് വലിയ ഉന്മേഷം നൽകി. ഈ ഒരു ഉന്മേഷമല്ല, അത് നമുക്കൊരു അറിവാണ്, അനുഭൂതിയാണ്. ഇപ്പോൾ ഞാൻ ഈ 15 മിനിറ്റ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ മിക്കവാറും എപ്പോഴും 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണ് തുറക്കും. ആദ്യമൊക്കെ ഞാൻ അലാം വെക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അലാമിൻ്റെ ആവശ്യമില്ല. അത് നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അലാമാണ്. ചിലപ്പോൾ അത് ഞാൻ ഇരുന്ന് കഴിയുമ്പോൾ ഐ ഗോ ഇൻ ടു എ ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റേറ്റാണ്, ഒരു വെളിച്ചത്തിലേക്കുള്ളൊരു പ്രവാഹമാണ്. അപ്പം നമ്മൾ ആ ട്രാൻസ് സ്റ്റേറ്റിൽ ചിലപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ എടുത്തിട്ടായിരിക്കും കണ്ടു ഉറക്കുക. ആ സമയത്ത് നമ്മൾ സമയം പോകുന്ന അറിയുകയില്ല. ശല്യം ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ സമയം വയ്യാലും ഇല്ല, ആരും വരില്ല. കാരണം ഞാൻ മെഡിറ്റേഷൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതോടുകൂടി പക മാറും. പക മാത്രമല്ല, നമ്മുടെ ലൈഫ് ചേഞ്ചസ്, അത് ടേണിംഗ് പോയിന്റാണ്. എൻ്റെ കംപ്ലീറ്റ് അസുഖം മാറി. ഒരു മരുന്നും കഴിക്കുന്നില്ല. ഞാനിപ്പോൾ എല്ലാം നിർത്തി. ഐ ബിക്കെയിം ബെറ്റർ. ഞാനിപ്പോൾ എനിക്കിപ്പോൾ കണ്ണാടി നോക്കുമ്പോൾ സന്തോഷമാണ്, അഭിമാനമാണ്. ഞാൻ ഇത്രയും നല്ല വ്യക്തിയായിട്ട് മാറിയല്ലോ. എൻ്റെ ഇല്ലാത്ത ചുരുക്കും ഉന്മേഷവും ഉത്സാഹവും നമ്മുടെ ചിന്തകളെ, പഴയ ചിന്തകളുടെ രീതിയെ മാറും. വേറൊരു ടൈപ്പ് ഓഫ് ചിന്തകളായിരിക്കും നമുക്ക് വരിക. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കെതിരെ എന്തെങ്കിലും അപവാദം ആരെങ്കിലും പറഞ്ഞാൽ പോലും എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആളത് പറയുന്നത്, എന്തിനാണ് പറയുന്നത്, ഞാൻ എന്തുകൊണ്ട് അതിന് വിഷമിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഐ ടേക്ക് ഇറ്റ് ഓൾ വെരി കാംലി, കൂളായിട്ട് എനിക്കത് ഡീൽ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ സമയക്കുറവാണ് എന്നെ അലട്ടുന്നത്. എങ്കിൽ പോലും എനിക്ക് പോലീസിലായിരുന്നപ്പോഴത്തെ ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചിട്ട് പോകുന്നത് നല്ലതെന്ന് തോന്നുന്നു. ഒന്ന്, പോലീസിലെ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം താഴ്ത്തപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇഷ്ടംപോലെ. യെസ്. ആദ്യത്തെ വനിത IPS കാരിയാണ്. എന്നിട്ട് അതിനൊരു പരിഗണന കിട്ടിയിട്ടില്ല. ഇല്ല, അത് എനിക്കറിയില്ല. ഇപ്പോഴും അത് ചില വനിതകൾ അനുഭവിക്കുന്നുണ്ട്. ചില വനിതാ ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സിന് ഇപ്പോഴും ആ ഒരു രീതിയിലുള്ള ഒരു അവഗണനയല്ല, ഒരു ട്രീറ്റ്മെൻറ്റ്, അത് ആറ്റിറ്റ്യൂഡ് ശരിയല്ല. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് കൂടുതലായിട്ടുള്ളതെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റു പല സംസ്ഥാനങ്ങളിലും പല കാര്യങ്ങൾക്കും വേണ്ടി പോയി താമസിച്ചിട്ടുണ്ട്. പുരുഷ മേധാവിത്വം കുറച്ച് കൂടുതലാണ്. അതിന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മുടെ കൾച്ചറാണോ അറിവില്ലായ്മയാണോ എന്നറിയില്ല. പക്ഷേ തമിഴ്നാടും കേരളവുമായിട്ട് മാത്രം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ തമിഴ്നാട്ടിലുള്ള പുരുഷന്മാർ ഭയങ്കര നല്ലവരാണ്. അവർ കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും അമ്മയെ കാണുന്നു. എന്നെ അമ്മ പേര് അല്ലേ. ഇവിടെയാണെങ്കിൽ എന്തടി പോകുന്നുണ്ടോടി ചരക്ക് അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ആണ്. എല്ലാവരും അങ്ങനെ കാണുന്നത്. ഈവൻ പോലീസിലും. ഇപ്പം IPS ഇരിക്കുമ്പോൾ പോലും സഹപ്രവർത്തകരെ ഒരു ചരക്ക് എന്ന നിലയിലാണോ വനിതാ ഓഫീസർ ആണോ? എന്നോട് പറഞ്ഞിട്ടുണ്ട് ശ്രീലേഖ ഇൻസേർട്ട് ചെയ്ത് ഷർട്ട് ഇടരുത് എന്ന് ഒരു സീനിയർ ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ശ്രദ്ധ തിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ശ്രീലേഖ ഒരു കാര്യം ചെയ്യുന്നത്, നമ്മുടെ ട്യൂണിക്കൊക്കെ ഇടുന്നത് പോലെ ഷർട്ട് വെളിയിൽ കൂടെ ഇടും. മറിഞ്ഞു കിടക്കട്ടെ, നമ്മുടെ പുറകു വശമൊക്കെ മറിഞ്ഞു കിടക്കട്ടെ, വെളിയിലൂടെ കെട്ടിട്ട് ബെൽറ്റ് ഇട്ടാൽ പോരെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല സാറാണ്, എനിക്ക് വലിയ ബഹുമാനമുള്ള സാറാണ്. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇത് ശരിയല്ല സാറേ, ഇത് മോശമാണ് ഇത്. അപ്പോൾ ഞാനല്ലേ കുട്ടി പറയേണ്ടത്, ഞാൻ എൻ്റെ കാര്യമല്ലേ പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യം മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ടാണ് പറയുന്നത്. അത് ശരിയല്ല, അത് കാണുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധ തിരിയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അത് യൂണിഫോം ചട്ടം അനുസരിച്ച് അത് ചെയ്യാൻ പാടില്ല. യൂണിഫോം IPS ഓഫീസേഴ്സിന് ഒരു യൂണിഫോം ചട്ടമുണ്ട്. ആ ചട്ടം അനുസരിച്ച് യൂണിഫോം ഇടാൻ പറ്റുള്ളൂ.
എനിക്കെപ്പോഴും ക്രോസ് ബെൽറ്റ് വിട്ട് ബെൽറ്റും കെട്ടി ഫോമലായിട്ട് നടക്കാൻ പറ്റില്ല. ഞാൻ ഇൻസേർട്ട് ചെയ്യും. ഞാൻ അതുകൊണ്ട് ചോദിച്ചോട്ടെ, ഈ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ സ്ത്രീ എന്ന നിലയിലുള്ള മോശം? ഉണ്ട്. പോലീസിലുള്ള മേലുദ്യോഗസ്ഥന്മാർ കൈ കയറി പിടിച്ചിട്ടുണ്ട്, തൊട്ടിട്ടുണ്ട്, ആളുകളെ വൃത്തികേട് പറഞ്ഞിട്ടുണ്ട്, വൃത്തികേട് പറഞ്ഞിട്ടുണ്ട്. യെസ്, സീനിയർ ഓഫീസേഴ്സ് മാത്രമല്ല, രാഷ്ട്രീയക്കാരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഐ നോ ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ്. അല്ല, ഞാൻ പറഞ്ഞത് എന്നെ ഇതുപോലെ ഒരാൾ കയറി, സീനിയറാണ്, ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇപ്പോൾ ഇല്ല, പക്ഷെ അദ്ദേഹം ഇതുപോലെ എന്നെ പിടിച്ചിട്ട് ഹി ട്രൈ ടു കിസ് മീ ഓഫീസിൽ വെച്ചിട്ട്. ഞങ്ങൾ ലേറ്റായിട്ട് ജോലി ചെയ്യുന്ന ശീലമല്ലേ, ഒരുപാട് ലേറ്റ്, 7 മണി 8 മണിയൊക്കെ അല്ലേ. അപ്പം എന്നെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ തട്ടി മാറ്റിയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണിട്ട് ഞാൻ കണ്ണി തൊട്ട് വെച്ചിട്ടുണ്ട്, സാർ എൻ്റെ ഗുരുനാഥനാണ്, ഞാൻ ആ സ്ഥാനത്ത് കാണാനാണ് ആഗ്രഹിക്കുന്നത്, മാറ്റല്ലേ സാർ പ്ലീസ് എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി. അതോടെ തീർന്നു. പുള്ളിക്ക് അതിന് കുറ്റബോധം പിന്നെ തോന്നിയോ? പിന്നെ മാപ്പ് പറഞ്ഞു. പിന്നെ ഒരിക്കലും മോശം ഉണ്ടായിട്ടില്ല. എന്തായിരിക്കും അങ്ങനെ ആറ്റിറ്റ്യൂഡ്, അങ്ങനെ താല്പര്യം എങ്ങനെയാണ്? അങ്ങനെ നാച്ചുറൽ ആയിരിക്കും, കാരണം അങ്ങനെയാണല്ലോ സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത്, അങ്ങനെയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു സ്ത്രീ താല്പര്യം കാണിച്ചപ്പോൾ അങ്ങനെ അങ്ങനെ പോയി ചാടി ഒരാളോട് ഇങ്ങനെ അല്ല, ചിലർക്കേ എൻ്റെ ഒരു സബോർഡിനേറ്റ് ഓഫീസർ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ SP ആയിട്ടിരുന്നു. അപ്പോൾ DYSP റാങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെ എന്നോട് ഇതുപോലെ നിരന്തരം ഇങ്ങനെ വന്ന്, സാധാരണ SI ആയിട്ട് കയറി DYSP ആള് IPS കാരിയായ ഓഫീസറോട് എന്നിട്ട് ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടാണല്ലോ എല്ലാവരും പെരുമാറുക. ഞാൻ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിനറി അല്ല. അപ്പോൾ ചിലപ്പോൾ നല്ലൊരു വർക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ ഞാൻ തോളിലൊക്കെ തട്ടിയിട്ട് വെൽ ഡൺ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. സോ അത് ഇനി തെറ്റിദ്ധരിച്ചുകൊണ്ടാണോ എന്നറിയില്ല. ആൾ പറഞ്ഞ മാഡത്തിന് സംസാരിക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട്, നിൽക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട്, മാഡത്തിന് നടക്കുമ്പോൾ ഒരു ഗമയുണ്ട്, ഒരു റോയൽ ലുക്ക്, അങ്ങനെയൊക്കെ തുടങ്ങിയത് പിന്നെ രാത്രിയിൽ ഇങ്ങനെ ഫോൺ വിളിക്കുക, സംസാരിക്കുക, അങ്ങനെ ആയി. അപ്പോൾ ഇതെനിക്ക് എങ്ങനെ നിർത്തണം എന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിലായി പോയി. എനിക്ക് കൺട്രോൾ ചെയ്യാൻ ഉള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ നമുക്കല്ലേ, തൊഴിലിൽ എക്സ്പീരിയൻസ് ASP ആയിട്ട് വന്നേ ഉള്ളൂ. അതെ, വന്നേ ഉള്ളൂ. പിന്നെ എങ്ങനെ പരിഹരിച്ചു? അത് ഫോൺ ബ്ലോക്ക് ചെയ്ത് കട്ട്. ഞാൻ ആളെ മാറ്റി അവിടുന്ന് ഞാൻ ഒരാളെ സീനിയർ പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റി. മനസ്സിലായില്ലേ? അയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പിന്നെ മനസ്സിലായിട്ട് പരാതിക്കൊന്നും പോയില്ല, പിന്നെ പോട്ടെ എന്ന് പറഞ്ഞു. ഇത് ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. രാഷ്ട്രീയക്കാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. യെസ്, ഒരു പെർട്ടിക്കുലർ രാഷ്ട്രീയക്കാരനാണ് ആള്, അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും അല്ല, ഒരു പെർട്ടിക്കുലർ രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം വളരെ പവർഫുൾ ആയിട്ടിരുന്ന സമയത്ത് ആളെല്ലാവരെയും ഇതുപോലെയാണ് പെരുമാറിയിട്ടുള്ളത്. അതുപോലെ എന്നോടും പെരുമാറി. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പറയുന്നത് ശരിയല്ല, ആരുടെയും പേര് ഞാൻ പറയുന്നില്ലല്ലോ. ഓക്കെ, അത് എന്നിട്ട് ഇത് ആർക്കെതിരും പരാതി കൊടുത്തിട്ടില്ലേ? പക്ഷേ ഇത്തരം കാര്യങ്ങളുണ്ട്. ഇത് പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അസോസിയേഷനിലും പോലീസ് അസോസിയേഷനിലും എൻ്റെ സീനിയർ ലെവലിലും DGPക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അവർക്ക്, ഇതൊക്കെ പോലീസിൻ്റെ ഒരു പ്രതിച്ഛായയ്ക്ക് കളങ്കം തട്ടുന്ന കാര്യമാണല്ലോ. അതുകൂടാതെ എനിക്കും ഒരാഗ്രഹമില്ല, ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് പരാതിയുമായിട്ട് ചെല്ലുന്ന ഒരു ആളെക്കാളും ഞാനൊരു ഭദ്രകാളി രൂപത്തിൽ എല്ലാം റെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന രൂപം, അതാണ് എനിക്കിഷ്ടം. ഇപ്പോഴും സർവീസിൽ ഈ വനിതാ IPS ഇത്തരം പ്രതിസന്ധി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ, ഒരു ലേഡി, പെർട്ടിക്കുലർ ലേഡി IPS ഓഫീസർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഈ ഒരു അവസരത്തിലും ഇതുപോലെ ഉണ്ടാവുന്നത് ഇറ്റ് ഈസ് വെരി സർപ്രൈസിങ് ടു ഹെർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ അറിയാമല്ലോ, എന്ത് ഭംഗിയുള്ള നല്ല സുന്ദരികളായിട്ടുള്ള IPS ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സാഹചര്യം ഉള്ളപ്പോൾ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് പ്രവർത്തിക്കേണ്ടതാണ്. നാഷണൽ പോലീസ് അക്കാഡമിയിൽ പോലും ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ ഉള്ള സ്ഥലത്ത് പോലും ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ യൂണിഫോം ചേഞ്ച് ചെയ്ത് വരാനായിട്ട് ഒരൊറ്റ മുറി, ഡ്രിൽ ഡ്രസ്സിൽ നിന്ന് യൂണിഫോം ഇടാനായിട്ട് ഒരൊറ്റ സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ ഡ്രിൽ ഡ്രസ്സ് ഊരി മറ്റേ യൂണിഫോം, കാക്കി യൂണിഫോം ഇട്ട് ഷൂസ് ഫിറ്റ് ചെയ്ത് കെട്ടി റെഡി ആയിട്ട് ഇറങ്ങും. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ സ്വിമ്മിംഗ് ഡ്രസ്സ് കണ്ടിട്ടുണ്ടോ? ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ഒരുമിച്ചാണ് ആ സ്വിമ്മിംഗ് ഡ്രസ്സ് ഇട്ടോണ്ട് പൂളിൽ ചാടുന്നത്. ഇതുവരെ ഇതുപോലെയുള്ള ഒരു കമൻറ്റ് ആരുടെ കയ്യിൽ എൻ്റെ സഹപ്രവർത്തകരുടെ ഇദ്ദേഹത്തിൻ്റെ നല്ലാതെ വന്നിട്ടേ ഇല്ല. എനിക്ക് മലയാളി ആയിട്ടുള്ള ആളുകളുടെ മെൻറ്റാലിറ്റി മാത്രമാണ് ഇങ്ങനെ നോട്ടം ചൂഴുന്നത്. അതാണ് ഋഷിരാജ് സാറ് പറഞ്ഞത്. ഇതുപോലെ വേറെ ആരും അത് ചെയ്യുന്നതായിട്ട് എൻ്റെ നേരെ എന്തായാലും ഉണ്ടായിട്ടില്ല. ഞാൻ CBIയിൽ ജോലി ചെയ്തിട്ടുണ്ടല്ലോ. പരിഹരിക്കാനായിട്ട് രാഷ്ട്രീയക്കാർക്കും, കാരണം അവർക്ക് ഇത്തരം താല്പര്യങ്ങളുള്ളതുകൊണ്ടായിരിക്കും പരിഹാരം ഉണ്ടാക്കണം. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് എൻ്റെ ആറ്റിറ്റ്യൂഡായിരുന്നു ശരി എന്നുള്ളത്. നമ്മൾ തന്നെ സ്വയം നേരിട്ട് അതിനെ പരിഹരിക്കുക, ഇഗ്നോർ ഇറ്റ് ടു ദ ബെസ്റ്റ്. അതാണ് ബെസ്റ്റ് തിങ്. നമ്മളെ ഹേർട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ചില വനിതാ താഴോട്ടുള്ള സബോർഡിനേറ്റ് ഓഫീസേഴ്സിൻ്റെ കാര്യം ഇതിലും കഷ്ടമാണ്. ഞാനൊരു കേസിനകത്തൊരു വനിതാ SIയെയും ഒരു SPയെയും കൂടെ പിടിച്ചിട്ടുണ്ട്.
ഹൗസ് ബോട്ടിൽ വെച്ചിട്ട്. ഒരു SP ആണ്, ഒരു ജില്ലാ SP ആണ്, ഒരു വനിതാ SIയുമായിട്ട് പ്രൊമോട്ടഡ് ആയി. ഈ ഒരു കാര്യം ഞാൻ DGPക്ക് റിപ്പോർട്ട് ചെയ്ത് ആളെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല, കാരണം അത് പൊളിറ്റിക്കൽ ഹോൾഡ് ഉണ്ടായിരുന്നു. പക്ഷേ വനിതാ SI വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, കഷ്ടമല്ലേ ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങളെങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ സാർ ഞാൻ എന്ത് ചെയ്യാനാണ്, നിവൃത്തിയില്ല, ഞാൻ അദ്ദേഹം പറയുമ്പോൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ, ഇത് നിരന്തരം സംഭവിക്കുന്നത്. ഞാനത് ഇപ്പം ഇത് മാഡം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച കാര്യം അതാണ്, ഈ വനിതാ SIമാരുടെ അവസ്ഥ അതിദയനീയമായിരിക്കും. കാരണം അവർക്ക് ഒരു അക്സസിബിലിറ്റി പോലും ഇല്ല മക്കളിലേക്ക്. ഈ DYSPയുടെ താഴെയുള്ള SPയുടെ താഴെയുള്ള ആളുകളുമായിട്ട് അവർക്ക് വനിതാ ഓഫീസേഴ്സിനെ സമീപിക്കാം, പക്ഷേ അവർക്ക് നാണക്കേടും പിന്നെ അവർക്ക് പക ബാക്കിയുള്ള നുണക്കഥകൾ പറയാം. സോ ദിസ് ഈസ് എ ബെയിൻ ഇൻ പോലീസ്. എൻ്റെ ചോദ്യം, അപ്പം പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പോലീസിൽ ഇതാണെങ്കിൽ പിന്നെ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കും? പോലീസ് ഓഫീസർമാരുടെ ആറ്റിറ്റ്യൂഡ് ഇതാണെങ്കിൽ പിന്നെ ഇവിടുത്തെ ക്രിമിനൽ ആളുകളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ അത് മാറും കേട്ടോ. കാരണം ഞാൻ തരകൻ സാറിനെ പോലെയുള്ള DGPമാർ പോലീസിലിരുന്നപ്പോൾ, ഹോർമിസ് തരകൻ സാർ, ഒന്നും നടന്നിട്ടില്ലല്ലോ. എങ്ങനെയാണോ നമ്മുടെ നേതാവ് അതുപോലെയാണ് എല്ലാ പോലീസ് ഓഫീസേഴ്സും പെരുമാറുക, എങ്ങനെയാണോ നമ്മുടെ മുഖ്യമന്ത്രി അതുപോലെയാണ് താഴോട്ടുള്ള എല്ലാ മന്ത്രിമാരും പെരുമാറുക, എങ്ങനെയാണോ നമ്മുടെ DGP, അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണ്, ജെന്റിൽമാൻലി ആണോ, അദ്ദേഹം കൈൻഡ് ആണോ, കൺസേൺഡ് ആണോ, അദ്ദേഹം സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കുമോ? യാതൊരു പോലീസ് ഓഫീസേഴ്സും അവർ ഡെയർ ചെയ്യുക പോലും ഇല്ല ഇങ്ങനെ ചെയ്യാൻ. എന്നാൽ DGP തന്നെ ഇതുപോലുള്ള കോഴിയാണെങ്കിലോ? അങ്ങനെ ഉണ്ടായിരുന്നു, അത്തരം DGമാരുണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ പറയുന്ന അതാണ്, ഇറ്റ് റിഫ്ലെക്ട്സ് ഓൺ ദ പീപ്പിൾ. ഇപ്പോൾ പോലീസ് എന്ന് പറയുന്നത് മാറാൻ എളുപ്പമാണ്, നല്ല പോലീസ് വരാം, കെയർഫുള്ളായിട്ട് DGPമാരെ ചൂസ് ചെയ്താൽ മതി. ഈ മുകളിലേക്ക് വരുമ്പോഴേക്കും ഇപ്പം പലയിടത്തും SP ആയിട്ടിരുന്നിട്ടുണ്ട്, മുകളിലേക്ക് വരുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ കിട്ടാതെ പോകുന്നു. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടുണ്ട്, ക്രൈംബ്രാഞ്ച് IG ആയിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ പറഞ്ഞ ക്രമസമാധാന ചുമതലയുള്ള അത് സ്ത്രീകളെ പൊതുവെ ഒഴിവാക്കലും. എന്തുകൊണ്ട് DGP ഇപ്പം ജയിലിൻ്റെ ചുമതലയേറ്റു, അല്ലാതെ ആ DGP റാങ്ക് ഒരു വന്നിട്ട് അവഗണിക്കപ്പെട്ടു. DGP ലോ ആൻഡ് ഓർഡർ ആയിട്ട് എന്നെക്കാളും കൂടുതൽ അർഹത ഉണ്ടായിരുന്നത് സന്ധ്യയ്ക്ക്, എൻ്റെ ജൂനിയർ ഓഫീസർ സന്ധ്യയ്ക്ക് സീനിയോറിറ്റി ഉണ്ടായിരുന്നു, സീനിയോറിറ്റി ഉണ്ടായിരുന്നു, അതിനുള്ള വർഷമുണ്ടായിരുന്നു, 2 വർഷം സുഖമായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ സന്ധ്യയുടെ ഒരു ജൂനിയർ ഓഫീസറിനെയാണ് പരിഗണിച്ചത്, റാങ്ക് ആ ബാച്ചിൽ തന്നെയുള്ള ഒരു ജൂനിയർ ആളെയാണ് സന്ധ്യയ്ക്ക് കിട്ടേണ്ടതായിരുന്നു. അത് അപ്പോൾ എന്തുകൊണ്ട് അത് അവർ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല, IG ആയിട്ട് മാത്രമേ ഞാൻ ഇരുന്നിട്ടുള്ളൂ. സന്ധ്യ ADGP ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഞാൻ IG ആയിട്ട് മാത്രമേ ലോ ആൻഡ് ഓർഡർ, DIG IG ആ റാങ്കുകളിലേ ഇരുന്നിട്ടുള്ളൂ. ADGP ആയിട്ട് എന്നെ ഇരുത്തിയിട്ടില്ല. അത് സ്ത്രീ ആയതുകൊണ്ടാവാം, അതെനിക്കറിയില്ല. പക്ഷേ ഇതിനകത്ത് വിവിധ തരത്തിലുള്ള ഇൻഫ്ലുവൻസ് വരും. സ്ത്രീ ആണെങ്കിലും ഞാൻ പോയി ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയായിരുന്നു. ഞാൻ പോയി ഏതെങ്കിലും ഒരു നേതാവിനെ പോയി കണ്ടിരുന്നെങ്കിലോ, അല്ലെങ്കിൽ DGPയുടെ അടുത്ത് തന്നെ ഗ്രോവൽ ചെയ്തിരുന്നെങ്കിലോ, സാറ് പ്ലീസ് സാറേ ഒന്ന് ആക്ക് സാറ്, ഞാൻ സാറിന് എന്ത് വേണം ചെയ്തേരെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്താണെങ്കിൽ ചിലപ്പോൾ കിട്ടിയേനെ, അറിയില്ല. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പോലീസിലായിരുന്നപ്പോഴുള്ള സമീപനം എങ്ങനെയായിരുന്നു പൊതുവെ? ആദ്യം അദ്ദേഹം നല്ലതായിരുന്നു. കാരണം ഞാൻ ഇരുന്നപ്പോൾ രമേശ് ചെന്നിത്തല അദ്ദേഹം ഹോം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത്, ഉമ്മൻചാണ്ടി സാറിൻ്റെ സർക്കാരിൻ്റെ സമയത്ത് ഞാൻ SCRB എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, വളരെ വളരെ മോശം ഒരു സ്ഥലമാണ്. ADGP ആയിട്ട് എന്നെ അവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അഡീഷണൽ ചാർജ് ആയിട്ട് കൊടുക്കുന്നതാണ് സാധാരണ. അപ്പോൾ അവിടെ എന്നെ ഫുൾ ടൈം ADGP ആയിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ പത്മകുമാർ ആയിരുന്നു ADGP സൗത്ത് സോൺ. ഞാൻ 2 വർഷം സീനിയറാണ്. ഞാൻ പോയി ചോദിച്ചു, ഞാൻ ആക്ച്വലി ഡിമാൻഡ് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പറ്റത്തില്ല, അത് പത്മകുമാർ NSSൻ്റെ കാൻഡിഡേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് എന്നെ മാറ്റി SCRBയിൽ പോസ്റ്റ് ചെയ്തു. ഞാൻ അന്ന് ഏതോ ഒരു ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന സമയമായിരുന്നു, ആ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് തിരിച്ചു വന്ന സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ SCRBയിൽ എന്നെ ഒതുക്കി എന്നുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ടായിരിക്കും ഈ LDF സർക്കാർ ആദ്യം വന്നപ്പോൾ 2016 അധികാരത്തിൽ വന്നപ്പോൾ എന്നെ CM വിളിച്ചിട്ട് പറഞ്ഞു ഇൻ്റലിജൻസി പോസ്റ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞ് ADG ഇൻ്റലിജൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്തു. ഇൻ്റലിജൻസ് നല്ലൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ. DGP കഴിഞ്ഞ രണ്ടാമത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ CM-ആയിട്ടുള്ളതാണ്. പക്ഷേ അത് 7 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി എന്നെക്കൊണ്ട് ആ ഒരു ലെവലിൽ ഫങ്ഷൻ ചെയ്യാൻ ഒക്കില്ല, അദ്ദേഹം വിചാരിക്കുന്ന പോലെ പറ്റില്ല എന്ന്. പല കാര്യങ്ങളും പല കാര്യങ്ങളും അവരുടെ താല്പര്യം. ആദ്യം ഞാൻ ഈ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, നിഷ്പക്ഷമായി റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു വലിയ വിരോധം. പിന്നെ എന്നോട് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യേണ്ട, എനിക്ക് വിവരം എൻ്റെ പാർട്ടി ഇതിൽ നിന്ന് തന്നോളും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കട കത്തി, അതായത് ഒരു BJP-കാരൻ്റെ കട CPM-കാർ കത്തിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും, അല്ല അത് ഷോർട്ട് സർക്യൂട്ടാണ്, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് തരണ്ട എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും സ്ഥലം അങ്ങനെ സംഗതി അതാണ്. പക്ഷേ അത് FIR-ൽ പിന്നീട് തിരുത്തി മാറ്റി
ഷോർട്ട് സർക്യൂട്ടാക്കി മാറ്റിയതാണ്. ഇതുപോലെയുള്ള നിരവധി ഒരു അടി വരുമ്പോൾ, ഒരു ഇടി വരുമ്പോൾ, ഈ മാവോയിസ്റ്റുകാരുടെ പ്രശ്നം വന്നപ്പോൾ, പിന്നെ പല കേസുകളിനകത്തും അതുപോലെ കൊടുക്കുന്ന റിപ്പോർട്ട്, മദനി വന്നപ്പോഴുള്ള റിപ്പോർട്ട്, മദനിയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം കാണിക്കുന്ന രോഷം പറയാൻ പാടില്ല. മദനി ഇവിടെ പ്രസംഗിച്ചാൽ ഒരു പ്രശ്നമായേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടാറില്ല അദ്ദേഹത്തിന്. അതിന് പ്രശ്നമൊന്നും ആവത്തില്ല, അതിന് സാങ്ഷൻ കൊടുക്കണം, അങ്ങനെ പറയും. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യം വന്നപ്പോൾ എനിക്കും മടുത്തു, അദ്ദേഹത്തിനും മടുത്തു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എന്നെ ജയിലിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോഴേ ജയിലിലേക്ക് മാറി. 7 മാസമേ ഞാൻ അവിടെ ഇൻ്റലിജൻസ് ADGP ആയിട്ടിരുന്നുള്ളൂ. പിന്നെ യാസിനാണ് എനിക്ക് പിന്നെ എവിടെയായിരുന്നു? 2017 സംഭവിച്ചത്. 2017 ജയിലിലായിരുന്നു. ജയിലിൽ കുറച്ച് നാളിരുന്നു, 2.5 വർഷത്തോളം ജയിൽ DGP ആയിട്ട് ഞാൻ ഇരുന്നു. അതിനുശേഷം എന്നെ വീണ്ടും ട്രാൻസ്പോർട്ടിലെ കമ്മീഷണറായിട്ട് മാറ്റി. അപ്പോഴൊന്നും പിണറായിയുമായിട്ട് പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, വലുതായിട്ടില്ല. ഇല്ല. ഈ ദിലീപിന്റെ കേസ് വന്നപ്പോഴോ ആ സമയത്ത് എന്തെങ്കിലും? ആ സമയം ജയിലിലായിരുന്നു ഞാൻ, ജയിൽ DGP. അതായത് ആ സമയത്ത് ജയിലിലായിരുന്ന സമയത്ത് എന്തെങ്കിലും ഇടപെടലുണ്ടായിരുന്നു? ഞാൻ പോയി നിന്ന് പൊളിറ്റിക്കൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ദിലീപിന്റെ കേസിൽ പൊളിറ്റിക്കൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാനും വിശ്വസിച്ചിരുന്നത് ദിലീപ് ഇതിനകത്ത് ക്രിമിനൽ ചെയ്തതാണെന്ന് തന്നെയാണ്. ആദ്യത്തെ സമയത്തൊക്കെ ഇതിനകത്ത് ദിലീപിന്റെ പേര് വന്നപ്പോൾ, ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഞാനും വിചാരിച്ചിരുന്നത് വെറുതെ അങ്ങനെ അറസ്റ്റ് ചെയ്യില്ലല്ലോ, എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് കാണും. സന്ധ്യയോട് ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ DGPയോട് എല്ലാവരോടുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ എന്നെ പിന്നീട് ഇത് അയാളെ വെറുതെ വിടുന്നു, മാഡം ഇത് ശരിയല്ല, ഞാൻ എനിക്കിത് ശരിയല്ല എന്ന് തോന്നി. ആക്ച്വലി ദിലീപിന് ജയിലിൽ VIP പരിഗണന കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു വലിയ വാർത്ത വന്നു. അയാൾക്ക് AC മുറി കൊടുക്കുന്നു, VIP പരിഗണന കൊടുക്കുന്നു, പുറത്തുനിന്ന് ഭക്ഷണം കൊടുക്കുന്നു എന്നൊക്കെയുള്ള വാർത്ത വന്ന് പ്രചാരണം ചെയ്തപ്പോൾ അത് നോക്കാനായിട്ടാണ് ഞാൻ ജയിലിൽ പോയത്. അപ്പോഴാണ് ദിലീപിന്റെ അവസ്ഥ കണ്ടത്. മാഡം ജയിലിൽ പോയ സന്ദർശിച്ച ആ കംപ്ലീറ്റ് വിവരങ്ങളും ആദ്യം വെളിവിടുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ അവിടെ പോയത് കണ്ടതും ഓർമ്മയുണ്ടോ എനിക്കറിയില്ല. അത് ഞങ്ങൾക്ക് അവിടെ ഒരു സോഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്നിട്ട് അപ്പോഴെനിക്ക് ഒരു കുറ്റവാളി, ഇപ്പം നമുക്ക് ആ സമയത്തോളം ഒരു 30 വർഷത്തെ സർവീസ് ആയല്ലോ. അപ്പോൾ എനിക്കൊരു കുറ്റവാളിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ എത്രയോ ഇൻ്ററോഗേഷൻ ചെയ്യുന്നതാണ്, എത്ര പേരുമായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ പെരുമാറ്റം, അവരുടെ കണ്ണുകളുടെ രീതി, അവർ കള്ളമാണോ പറയുന്നത് അല്ലയോ എന്നുള്ളത് നമുക്ക് സംസാരിച്ചാൽ. അപ്പോൾ ദിലീപ് എന്നോട് വളരെ വീക്കായിരുന്നു ആൾ. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, മാഡം എന്നെ ഇതിനകത്ത് പെടുത്തിയതാണ്, മാഡം എങ്കിലും വിശ്വസിക്കണം, ഞാൻ ഈ പൾസർ സുനി എന്ന് പറയുന്ന ആളെ കണ്ടിട്ട് കൂടിയില്ല. ഓരോ പ്രാവശ്യവും എനിക്കെതിരെ അപവാദം വരുമ്പോൾ അതിനൊക്കെ ഞാൻ DGPക്ക് പരാതി കൊടുത്തിട്ടുള്ളതാണ്. നോക്കാം ചെയ്യാം എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് വിട്ടിട്ട് ആദ്യത്തെ പ്രാവശ്യം 1.5 മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ട്, അന്ന് ദിനേന്ദ്ര കശ്യപ് എന്ന് പറഞ്ഞ IG ആയിരുന്നു ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിന് മനസ്സിലായതാണ്, സെൻകുമാർ സാറിന് മനസ്സിലായതാണ് ഞാൻ ഇന്നസെൻ്റ് ആണെന്ന്. അത് കഴിഞ്ഞ് സെൻകുമാർ സാറ് പോയി, ബെഹ്റ സാറ് വന്ന് വീണ്ടും സന്ധ്യ മാഡം ഈ കേസ് ടേക്ക് ഓവർ ചെയ്തിട്ട് മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ വേണ്ടി വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാതെ പോലീസ് ക്ലബ്ബിൽ ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ ഇരുത്തിയിട്ട് വന്ന് വളരെ മോശമായിട്ട് എൻ്റെ മുഖത്ത് നോക്കി ഉപദ്രവിക്കാൻ പോവുകയും മേശമേൽ അടിക്കുകയൊക്കെ ചെയ്ത്, നീ പറയടാ നീയല്ലേടാ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുടുക്കിയതാണ്. ഇത് മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്, മാഡത്തിനെ ആരോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, മാഡം എങ്കിലും ഒന്ന് ഇടപെട്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഈ എക്സ്പ്ലെയിൻഡ് എവറിത്തിങ്. അന്ന് എൻ്റെ അടുത്ത് എനിക്ക് എതിരെയുള്ള ശത്രു ഞാൻ പൂജ്യത്തിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് തിരിച്ചെന്നെ പൂജ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഇന്ന ആൾക്കാരുടെ കൺസേർട്ടഡ് എഫേർട്ടാണ് ഇത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, അതുകൊണ്ട് ഇത് തെളിയിച്ചിട്ടില്ലല്ലോ ഇതുവരെ, ഇപ്പോഴും കേസ് കിടക്കുകയല്ലോ. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ ഐ ട്രസ്റ്റഡ് ഹിം, ഞാൻ വിശ്വസിച്ചു, എനിക്ക് വിശ്വസിക്കാൻ തോന്നി. കാരണം ചോദിച്ചു ജൂനിയർ ഓഫീസർ. അപ്പോൾ സന്ധ്യ പറഞ്ഞു, അയ്യോ അത് ശ്രീലേഖ, അത് ഞങ്ങൾ ജൂനിയർ ഓഫീസർ ആണെങ്കിലും സന്ധ്യ ഞാനും തമ്മിൽ നല്ല ഫ്രണ്ട്സുമാണ്, സിസ്റ്റർലി ആറ്റിറ്റ്യൂഡാണ്, ഇപ്പോഴുമാണ്. സന്ധ്യയോട് ഞാൻ ചോദിച്ചു, സന്ധ്യ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, സന്ധ്യ കഷ്ടമായി പോയല്ലോ. ഇപ്പോൾ സന്ധ്യ ശ്രീലേഖ അയാൾ ഭയങ്കര അഭിനേതാവാണ്, അയാൾ വലിയ ആക്ടറാണ്, കള്ളനാണ്, വിശ്വസിക്കല്ലേ എന്ന് പറഞ്ഞു. ഈ സന്ധ്യയും മഞ്ജു വാര്യരും സുഹൃത്തുക്കളാണോ? ആണെന്ന് തോന്നുന്നു. കാരണം മഞ്ജു വാര്യരുടെ വേട്ട എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് മഞ്ജു എല്ലാ അഡ്വൈസ് ഇല്ല, എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ഡ്രസ്സ് ചെയ്യേണ്ടത്, ബിഹേവ് ചെയ്യേണ്ടത്, നടക്കേണ്ടത്. അപ്പോൾ സന്ധ്യ ആ സമയത്ത് ADG ആയിരുന്നല്ലോ. അങ്ങനെ സന്ധ്യയുമായിട്ട് ചോദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ സുഹൃത്തുക്കളായിരുന്നിരിക്കണം, എനിക്കറിയില്ല. എന്തായാലും മാഡം പറഞ്ഞ പോലെ അതെത്തി ആ സാഹചര്യം, അതങ്ങനെ എത്തൂ. കാരണം അതാണ് സത്യം. നമ്മൾ സത്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര അസഹിഷ്ണുത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സത്യം അന്ന് പറഞ്ഞ സത്യമാണ്, ഇപ്പോൾ പറയുന്നത് സത്യമാണ്. ഞാൻ ഇടയ്ക്ക് ഓരോരുത്തർ ചോദിക്കുമ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന സത്യമാണ്. സത്യം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. ഈ കിളിരൂർ കേസിൽ പക്ഷേ മാഡം VIP-കളെ രക്ഷിച്ചു എന്നൊരു ആരോപണം ഉണ്ടല്ലോ, അന്ന് പല VIP-കളെ. അതും സത്യം തന്നെ ആയിരുന്നു. കാരണം ഈ കിളിരൂർ കേസിനകത്ത് ഈ കുട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്തത് ഞാൻ മാത്രമല്ല, ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റും കൂടെ പോയി ചോദ്യം ചെയ്തു. കുട്ടിക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്ത കാര്യം ആ ജുഡീഷ്യൽ മജിസ്ട്രേറ്റും റെക്കോർഡ് ചെയ്തു.
അതുകൊണ്ട് അതിനകത്ത് കുട്ടിക്ക് പറയണം എന്നുണ്ട് കാര്യങ്ങൾ മുഴുവൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈ 2 VIP-കളും കുട്ടിയെ കണ്ടു, 2 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 2 പേരും കുട്ടിയെ കണ്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർക്ക് കുട്ടിയുമായിട്ട് ഉപദ്രവിക്കാൻ തോന്നിയില്ല. കാരണം ഷീ വാസ് ഓൾറെഡി പ്രഗ്നൻറ്റ് ദാറ്റ് ടൈം ആൻഡ് വെരി വീക്ക്. വൊമിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അവർ കണ്ടു പക്ഷെ ഉപദ്രവിച്ചിട്ടില്ല. പോയി പോഷിപ്പിച്ചിട്ട് വാന്ന് പറഞ്ഞുകൊണ്ട് കുറേ പൈസ ലതാ നായർക്ക് കൊടുത്തിട്ട് വിട്ടു. ഈ കുട്ടി വളരെ വീക്കാണ്, ഇതിനെ കൊണ്ട് പരിപോഷിപ്പിച്ചിട്ട് വാന്ന് പറഞ്ഞ് ലതാ നായർക്ക് ഒരു കെട്ട് രൂപ കൊടുത്തു എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ആ കുട്ടി ഉറപ്പിച്ച് പറയുന്നത് എൻ്റെ ശരീരത്തിൽ അവർ തൊട്ടിട്ടില്ല, ഞാൻ അവരെ കണ്ടു. നമുക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പ്രശസ്തി കിട്ടാനായിട്ട് അല്ലെങ്കിൽ എനിക്കൊരു അന്നത്തെ സമയത്ത് വലിയ പബ്ലിസിറ്റി കിട്ടാനായിട്ട് വേണമെങ്കിൽ ഈ 2 പേരെ എനിക്ക് അറസ്റ്റ് ചെയ്ത് പരേഡ് ചെയ്ത് കൊണ്ടുപോയി പത്രക്കാരുടെ. അത് ചെയ്തിട്ടില്ല ഞാനത്. ലതാ നായരാണ് ഇതിനകത്ത് ശരിക്കും ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോയി അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തതും അതിന് ശ്രമിച്ചതുമൊക്കെ. ഈ റിട്ടയർ ചെയ്യുന്ന സമയത്തും പിണറായിയെ കണ്ടു. ഞാൻ അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു, സാറേ ഇവിടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിൻ്റെ ഒരു പോസ്റ്റ് വേക്കൻ്റ് ആവുകയാണ്, അപ്പം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഇടത്തും പോകാൻ താല്പര്യമില്ല, സാറിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അവിടത്തേക്ക് പരിഗണിക്കാമെങ്കിൽ പരിഗണിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറയുള്ളൂ, പരിഗണിച്ചില്ല. ഇല്ല, ഓഫ് കോഴ്സ് നോട്ട്. ഈ റിട്ടയർ ചെയ്ത് ഒരുപാട് പേര് ഇവിടെ ചുറ്റിനുണ്ട്, പക്ഷേ എന്താണ് ഒരു പോസ്റ്റിലേക്ക് പിന്നെ ശ്രമിച്ചില്ലേ? പിന്നീട് അങ്ങനെ ശ്രമിച്ചാൽ പോരാ. ഞാൻ ഈ പറയുന്ന പോലെ പറഞ്ഞാൽ പോരാ, കിട്ടില്ല. അതിന് നമ്മൾ വേറൊരു രീതിയുണ്ട്. ആദ്യം വിശ്വസ്തരായിരിക്കണം, എങ്കിലേ 80 വയസ്സാകുമ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാൻ പറ്റത്തുള്ളൂ അല്ലേ? പിന്നെ കുറേ രാഷ്ട്രീയത്തിന് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും. അങ്ങനെ ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടോ പോലീസ് കാലത്ത് എന്തെങ്കിലുമൊക്കെ? ഇഷ്ടം പോലെ. എല്ലാ കേസുകളിലും നമ്മൾ ASP ആയിരുന്ന സമയം തൊട്ട് പല കേസുകൾ ഉണ്ടാകുമ്പോഴും ഇതുപോലെ പ്രതികളെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് വേറെ പ്രതിയെ വെക്കണം എന്ന് പറഞ്ഞിട്ട് 2 പാർട്ടികളും ഒരുപോലെ ഇങ്ങനെ പ്രഷറൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത്, ഞാൻ ഈ സർവീസിൽ 33.5 വർഷം ജോലി ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ ഈ നട്ടല് നിവർന്ന് ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ ആത്മാർത്ഥത, സത്യസന്ധത, എൻ്റെ സന്തോഷം, അതനുസരിച്ച് ഞാൻ അല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാം. എനിക്ക് പോലീസ് ഒത്തിരി ചോദിക്കാനുണ്ട്, പക്ഷേ പോലീസിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയം നടക്കാതെ പോകും. അതുകൊണ്ട് വേണ്ട രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ BJP-യിൽ വന്ന് ഈ പ്രവർത്തിച്ച് ഇത്രയും കാലം, ഇപ്പം എത്ര കാലം BJP വൈസ് പ്രസിഡന്റ്? 1.5 വർഷം കഴിഞ്ഞേ ഉള്ളൂ. എന്താണ് ഒരു ഫീല് BJP പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്? എനിക്ക് വലിയ നന്ദി തോന്നുന്നുണ്ട്. ഇപ്പോൾ വലിയ കടപ്പാട്, ഒരു കൃതജ്ഞത ഒക്കെ പാർട്ടിയോട് തോന്നുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഈ ഒരു പാർട്ടി വന്നത് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. കാരണം ജനങ്ങളെ സേവനം ചെയ്യാനുള്ള ഏറ്റവും നല്ല രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നിട്ട് മോദി വന്നപ്പോൾ സ്റ്റേജ് പിണങ്ങി നിന്നല്ലോ? പിണങ്ങി നിന്നില്ല. അത് പിണങ്ങി എന്നുള്ളത് നിങ്ങൾ പത്രക്കാരുണ്ടാക്കിയെടുത്ത കഥയാണ്. അത് മൂലയായിരുന്നു എൻ്റെ സ്ഥാനം. എനിക്ക് അവിടെ തന്നിരുന്ന സ്ഥാനം എന്ന് പറയുന്നത് ആ ഒരു മൂലയായിരുന്നു. നമ്മുടെയൊക്കെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. പ്രധാനമന്ത്രി അല്ലെങ്കിൽ VVIP വരുമ്പോൾ ലൈനപ്പിൽ തന്നെ ഒരു സ്ഥാനം കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ പാർട്ടിയിലുള്ള ആദ്യമുള്ള പാർട്ടി പ്രസിഡന്റ്, മുഖ്യമന്ത്രി, ഗവർണർ, മുഖ്യമന്ത്രി, പാർട്ടി പ്രസിഡന്റ്, മേയർ തുടങ്ങി ഇങ്ങനെ സ്ഥാനം വെച്ചിട്ടല്ലേ പോണേ. അതുപോലെയാണ് ഇരിപ്പിടത്തിൻ്റെ സ്ഥാനം നിശ്ചയിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ SPG എന്ന് പറയുന്ന ആൾക്കാരാണ്. പ്രധാനമന്ത്രിയുടെ SPG രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാർ പറയും, അല്ല ഇന്ന ആൾക്ക് ഇത്രയും പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് ഇവിടെ കൊടുക്കണം, പ്രധാനമന്ത്രി പുറകിൽ കൊടുക്കണം അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ SPG അതനുസരിച്ച് മോഡുലേറ്റ് ചെയ്യും. പക്ഷേ ഒരു വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന എനിക്കും മറ്റൊരു വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന സലാം സാറിനും ഞങ്ങൾക്ക് 2 പേർക്കും തന്നിരുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലുള്ള പുറകിലുള്ള സീറ്റുകളായിരുന്നു. എൻ്റെ തൊട്ടടുത്തിരുന്ന താമരാക്ഷൻ ആയിരുന്നു, എൻ്റെ ഇപ്പുറത്തിരിക്കേണ്ടത് പത്മജയായിരുന്നു. പത്മജ അന്ന് വന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ സീറ്റിൻ്റെ പുറകെ. പത്മജ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് പോകുമായിരുന്നു എന്ന് എനിക്കറിയില്ല. ആസ് എ പോലീസ് ഓഫീസർ എൻ്റെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാനല്ലാതെ നമുക്ക് അങ്ങോട്ട് പോയി ഇടിച്ചു കയറി പോകാതിരിക്കാൻ പാടുണ്ടോ? എല്ലാവരും പോയില്ലേ? അല്ല, അങ്ങനെ പോയിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹം പോയാൽ അങ്ങ് പോകുന്നതേ ഉള്ളൂ. അദ്ദേഹം ആരെയും ശ്രദ്ധിക്കില്ല, ആരും കാണില്ല. ഒരു VIP എൻട്രൻസ് ആ വശത്തൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടിച്ചു കയറി പോവാം, പക്ഷേ ഹി വിൽ നോട്ട് നോട്ടീസ്. അദ്ദേഹം അപ്പോഴേക്കും അങ്ങ് പോവില്ല. ഞാൻ പിന്നെ എന്തിനാ പുറകെ ഓടുന്നത്? അദ്ദേഹം നോട്ടീസ് ചെയ്ത് കാണും, മാറി നിൽക്കുന്നില്ല. ഇല്ല, അദ്ദേഹത്തിന് എന്നെ അറിയാൻ പാടില്ലാത്ത ആളല്ല. മോദിജി ന്യൂസ് മീ. അദ്ദേഹത്തിന് എന്നെ ഞാൻ അദ്ദേഹത്തെ ഞാൻ കാണുന്നത് പാർട്ടിയിൽ ചേർന്നിട്ടുള്ളതല്ല. പിന്നെ CBI-ലായിരുന്നപ്പോഴും കണ്ടിട്ടില്ല. അദ്ദേഹം വാജ്പേയി സാറായിരുന്നു, അദ്ദേഹം വളരെ ജൂനിയർ ആയിരുന്നു ആ സമയത്ത്. ഞാൻ ക്രൈംബ്രാഞ്ച് IG ആയിരുന്നപ്പോൾ ഞാനൊരു ടീം ഓഫ് ഓഫീസേഴ്സിനെ കൊണ്ട് ഗുജറാത്തിൽ പോലീസ് സയൻസ് കോൺഗ്രസിൻ്റെ പരിപാടിക്ക് പോയി.
ഗുജറാത്ത് CM ആയിരുന്നു അദ്ദേഹമാണ് കേരള പോലീസിൻ്റെ ട്രോഫി തന്നത്. ഞാനാണ് അത് പോയി സ്റ്റേജിൽ കയറി വാങ്ങിയത്. ആ സമയം ഞങ്ങൾ സംസാരിച്ചു. കൂടാതെ അരുൺകുമാർ സിൻഹ എന്ന് പറയുന്ന എൻ്റെ ബാച്ച്മേറ്റ് അദ്ദേഹത്തിൻ്റെ SPGയുടെ ചീഫായിരുന്നു. അത് അരുൺകുമാർ സിൻഹയെ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അരുൺകുമാർ സിൻഹയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയും പ്രസിഡൻസിൻ്റെയും തൊട്ടടുത്തായിട്ടാണ് SPG ഡയറക്ടറുടെ. അപ്പോൾ SPG ഡയറക്ടറുടെ ഇരുത്തിരിക്കുമ്പോൾ വരൂ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അങ്ങനെ അദ്ദേഹം ഫ്രീ ആയിരിക്കും. കൂടാതെ 2017 ഇവിടെ അദ്ദേഹം ഒരു പാർട്ടി ഫംഗ്ഷനായിട്ട് കോഴിക്കോട് വന്ന സമയത്ത് ഞാൻ ഇൻ്റലിജൻസ് ADGP ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ചുമതലയും വഹിച്ചതിന് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നെടുത്ത ഫോട്ടോസും കൊണ്ട് അദ്ദേഹം അന്നും എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. ഞാൻ ലണ്ടനിൽ ഈവനിങ് ഫെലോഷിപ്പിന് പോയപ്പോൾ അദ്ദേഹം ലണ്ടനിൽ വന്നപ്പോൾ ഞങ്ങൾ 15 പേര് ഇന്ത്യൻ സ്റ്റുഡൻസ് അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്നെ അറിയാം. ഞാൻ ശ്രീലേഖ ആണ്, IPS ആണെന്നുള്ളത് മോദിജിക്ക് അറിയാം. പക്ഷേ ഇത്രയും പേരിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടെന്നുള്ളത് ചിലപ്പം അദ്ദേഹം ശ്രദ്ധിച്ചു എന്ന് വരില്ല. അത് ഞാൻ ശ്രദ്ധിപ്പിക്കാനായിട്ട് ഞാൻ അവിടെ പോയിരുന്ന ഒരു കൺസേർട്ടഡ് എഫേർട്ട് നടത്തണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ശരി. അപ്പോൾ ഈ നമ്മൾ ഒരുപാട് പറഞ്ഞു പോയതാണെങ്കിൽ പോലും ഈ മേയർ ആവാൻ കഴിയാത്തതിൻ്റെ വിഷമം ഇപ്പോഴും ബാക്കിയുണ്ടോ? വിഷമം ഉണ്ടാവില്ലേ? നമുക്ക് എന്താ അറിയോ, ഒരു ഞാൻ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് കോൺടെസ്റ്റ് ആഗ്രഹിച്ചിരുന്നില്ല. അതങ്ങ് വന്ന് പെട്ടതാണ്. അപ്പം അത് രാജീവ്ജി തന്നെയാണോ പറഞ്ഞ മത്സരിക്കാൻ മേയർ ആയിരിക്കും എന്ന് പറഞ്ഞതാണ്? അത് ഞാൻ 3 പ്രാവശ്യം 4 പ്രാവശ്യം നിരസിച്ചു. പറ്റില്ല എന്ന് ഞാൻ മാറി നിന്നു. ഒട്ടും പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഒരു കോർപ്പറേറ്ററിൻ്റെ ജോലി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ റിട്ടയർഡ് DGP ആണ് എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നപ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ്, ഞങ്ങൾ മേയറായിട്ടല്ല വെറും കോർപ്പറേഷൻ കൗൺസിലറായിട്ടല്ല പരിഗണിക്കുന്നത്, യു വിൽ ബി എ മേയർ ആയിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ട്. ബിസൈഡ്സ് ഒരു ഞങ്ങളുടെ ഫേസ് ആയിരിക്കും, ശ്രീലേഖ ഇലക്ഷൻ്റെ ക്യാമ്പയിൻ്റെ ഫേസ് ആയിരിക്കും. അദ്ദേഹം പറഞ്ഞതാണത്. അത് ഇപ്പോൾ എനിക്ക് ഡിനൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞാൻ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. അത് ഐ റെസ്പെക്ട് ദാറ്റ്. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടും എന്നെക്കൊണ്ട് നിർത്തിച്ചതിനും ഒരു നല്ല ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം 45 വർഷത്തെ അഴിമതി നിറഞ്ഞ ഭരണം, ഒരു കെടുകാര്യസ്ഥത, ഇവിടുന്ന് ജനങ്ങളെ കൊള്ള ചെയ്തുകൊണ്ടിരുന്ന വൃത്തികെട്ട ഒരു ഭരണമായിരുന്നു നഗരസഭയുടെ. ആ ഭരണം മാറി BJPക്ക് നേടിയെടുക്കാൻ പറ്റിയല്ലോ. എൻ്റെ റോൾ എന്തായിരുന്നെങ്കിലും, ചെറുതായിരുന്നിരിക്കാം വലുതായിരുന്നിരിക്കാം, എന്താണെങ്കിലും നേടിയെടുക്കാൻ പറ്റിയല്ലോ. അതൊരു വലിയ ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായിട്ടുള്ള നേട്ടമാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് ഈ ഒരു സമയത്തും അപ്പോഴും തോന്നിയിരുന്നത്, രാജേഷിനെ പരിഗണിച്ച് വന്നപ്പോഴും ഞാൻ ആദ്യമൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഞാൻ വിചാരിച്ചില്ല എനിക്ക് സത്യം ചെയ്തതല്ലേ, അപ്പോൾ പോകില്ല, എനിക്ക് അങ്ങനെ വിചാരിച്ചിരുന്ന ഞാനും കൂടെ ചേർന്ന് പിന്നീട് രാജേഷ് തന്നെ ആവണം എന്നുള്ള ഒരു മുകളിൽ നിന്നാണ് നിർദ്ദേശം വരുന്നത്. അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അല്ല, എനിക്കറിയാം, അട്ടിമറിക്കല്ല, അത് അട്ടിമറിയല്ല. അത് എന്നോട് തന്നെ കൂടെ പറഞ്ഞു, എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, എന്നെ രാജീവ്ജി തന്നെ വിളിച്ച് പറഞ്ഞു, ശ്രീലേഖാജി ഇന്ന കാരണങ്ങൾ കൊണ്ടൊരു തീരുമാനം കേന്ദ്ര നേതൃത്വം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ശ്രീലേഖ എടുത്ത് സംസാരിക്കുന്നു. എന്നെ അങ്ങനെ വിളിച്ച് നദ്ദാജി അന്ന് സംസാരിച്ചിരുന്നു. അന്ന് വേറെ 2-3 അമിത്ഷാജി സംസാരിച്ചിരുന്നു. രാജീവ്ജി സംസാരിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ കൂടിയിരുന്ന് നമ്മൾ പറഞ്ഞു, നമുക്കെന്നാൽ എല്ലാ ജയിച്ചു വന്ന കൗൺസിലർമാരുടെയും കൂടെ തീരുമാനത്തിൻ്റെ ബേസിസിലും ശ്രീലേഖയുടെ തീരുമാനത്തിലും നമുക്കൊരു ഡിസിഷൻ എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം നീണ്ടു നിന്ന ചർച്ചയുടെ അവസാനമാണ് ഞാൻ പറഞ്ഞത്, ശരി, നിങ്ങളുടെ തീരുമാനത്തിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു, ഞാൻ പാർട്ടിയുടെ പ്രവർത്തകയാണ്, ആസ് ഐ അക്സെപ്റ്റ് ഇറ്റ്, ഞാൻ മാറി നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് VV രാജേഷിനെ തിരഞ്ഞെടുത്തത്. ബാക്കിയുള്ള ഡെപ്യൂട്ടി മേയറിനെയും ബാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിന്നെ കിട്ടില്ല, അത് കിട്ടില്ല. ദാറ്റ് ഈസ് ഓൾറെഡി ഡിസൈഡഡ്. എന്താ ഡെപ്യൂട്ടി മേയറും ബാക്കിയുള്ള കാര്യങ്ങളും സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇതുമൊക്കെ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞത് മേയറുടെ ഭാഗത്തും മേയർ ആരായിരിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു പ്രയാസം. കാരണം കഴിഞ്ഞ മേയർ എന്ന് പറഞ്ഞത് സംവരണ സ്ത്രീ ആയിരുന്നു, ഇപ്പം ജനറൽ കാറ്റഗറിയിലാണ്. അപ്പോൾ ഇപ്രാവശ്യവും സ്ത്രീക്ക് കൊടുത്താൽ അടുത്ത പ്രാവശ്യവും സ്ത്രീ വരും. അപ്പം അങ്ങനെ 3 ടേമിൽ, അതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, 2-3 കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു പുരുഷൻ വേണം. കൂടാതെ അഡ്വക്കേറ്റ് രാജേഷിന് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉണ്ട്. 5 വർഷം അദ്ദേഹം അതിനകത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം എങ്ങനെയാണ് ഇത് ഭരിക്കേണ്ടതെന്നുള്ളത്. ആൻഡ് ഇവിടെയുള്ള ഞാനിപ്പം 3 മാസമായിട്ട് ഞാൻ ഈ കൗൺസിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം അത് എളുപ്പമല്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലി. രാജേഷ് അത് നന്നായിട്ട് ചെയ്യും. ഇപ്പം എന്താണ് രാജേഷിനെ കുറിച്ച് വിലയിരുത്തൽ? ഇതിന് ശേഷം അതിന് മുമ്പും അതിന് ശേഷവും ഇപ്പോഴും ഒന്നും മാറിയിട്ടില്ല. ഹീ ഈസ് ലൈക്ക് എ ബ്രദർ ടു മീ. എനിക്ക് വലിയ ഇഷ്ടമാണ്. രാജേഷും കൂടെ വന്നിട്ടാണ് എനിക്ക് BJPയിലെ അംഗത്വം ആദ്യം തന്നത്. K. സുരേന്ദ്രൻജി, രാജേഷ്, പിന്നെ ഒരു ശിവശങ്കർ, അദ്ദേഹം 3-4 പേരും കൂടി എല്ലാവരും കൂടെ വന്നിട്ടാണ് എനിക്ക്. ഞാൻ ചോദിച്ച രാജേഷിന്റെ മേയർ എന്ന പ്രകടനത്തെ അങ്ങ് വളരെ ഹാപ്പിയാണോ?
തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി. ഞാൻ മാത്രമല്ല, എൻ്റെ തിരുവനന്തപുരം നഗരം ഞങ്ങളെല്ലാം ഹാപ്പിയാണ്. മാഡം ആണോ? ഞാൻ ഹാപ്പിയാണ്. വളരെ ഹിസ് ഡൂയിങ് വണ്ടർഫുൾ ജോബ്. അത് ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് നല്ല കറക്റ്റ് ഡിസിഷനാണ്. കാരണം രാജേഷിന് അറിയാം എങ്ങനെയാണ് ഈ പ്രതിപക്ഷത്തിനെ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഓരോ സഭ കൂടുമ്പോഴും, നഗരസഭയുടെ കൗൺസിൽ മീറ്റിംഗ് കൂടുമ്പോഴും, പ്രതിപക്ഷം ബഹളം വയ്ക്കുമ്പോഴും അവരുന്നയിക്കുന്ന ചോദ്യങ്ങൾക്കും ഉരുളക്കുപ്പേരി പോലെ ഉത്തരം പറഞ്ഞ് അത് എങ്ങനെയാണ് തടുക്കേണ്ടത് എന്നുള്ളതും അത് എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് തെളിയിക്കേണ്ടതെന്നും രാജേഷ് ചടുലമായ മറുപടികളിലൂടെ ആക്ഷനിലൂടെയും കാണിച്ചു തരുന്നുണ്ട്. മാത്രമല്ല അവരെ വെറുപ്പിക്കുന്നുമില്ല, ആരെയും വെറുപ്പിക്കുന്നില്ല. മാത്രമല്ല ഈ നഗരസഭയിൽ മേയർ നിലയിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യാൻ ലെഫ്റ്റിസ്റ്റ് ഉദ്യോഗസ്ഥരാണല്ലോ. രാജേഷ് നന്നായി ചെയ്യുന്നുണ്ട്. അത് ഹീസ് ഡൂയിങ് വണ്ടർ. ഞാനതാ പറഞ്ഞു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് ദ ഡിസിഷൻ വാസ് ഓൾവേസ് കറക്റ്റ്. ഞാൻ മാഡത്തെ മേയറാക്കാത്തതിൽ പ്രതിഷേധമുള്ള ആളായിരുന്നു. ഞാൻ എൻ്റെ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഇട്ടതായിരുന്നു. പക്ഷെ മേയർ എന്നതിൽ രാജേഷിന്റെ പ്രകടനം എൻ്റെ മനസ്സ് മാറ്റിക്കുക. തീർച്ചയായിട്ടും എൻ്റെയും അങ്ങനെ തന്നെ, എനിക്കും അങ്ങനെ തന്നെ തോന്നി. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വലിയ എല്ലാം നല്ലതിനാണെന്ന് പറയില്ലേ, പിന്നെ അദ്ദേഹത്തിന് പകയില്ല കേട്ടോ. ഞാനത് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം സുരേന്ദ്രനൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ട്, മായത്തില്ല, എന്തോ ഒരു വിമർശനത്തിന് പിണക്കം. പക്ഷെ സുരേന്ദ്രൻജിയുടെ കാര്യത്തിൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആയിക്കോട്ടെ, എൻ്റെ വ്യക്തിപരമായ അനുഭവം. പക്ഷെ രാജേഷിന് അത്തരം ഒരു സമീപനം ഇല്ല. കാരണം ഞാൻ ഈ മാഡത്തിന് വേണ്ടി നിലകൊണ്ടു. അന്ന് എന്നെ വ്യാജനസ്കറിയാമെന്ന് സുരേന്ദ്രൻ പരിഹസിച്ചപ്പോഴും രാജേഷ് പക്ഷേ അതിന് ശേഷം എന്നെ വിളിക്കുകയും മേയറാകുന്നതിന് മുമ്പ്, അതാണ് ഒരു രാജേഷിൻ്റെ ഞാനൊരു ജെന്റിൽമാൻ നേച്ചർ കാണുന്നത്. എനിവേ, അന്ന് എന്നോട് പറഞ്ഞിരുന്നതും എല്ലാവരോടും പറഞ്ഞിരുന്നതും നിയമസഭയിലേക്ക് ഇല്ല എന്നാണ്. പിന്നെ എന്താണ് ആ തീരുമാനം മാറ്റാൻ കാരണം? എന്താ വെച്ചാൽ അധികാരമോഹി അല്ല ഞാൻ എന്ന ഒരു മെസ്സേജ്, അതെനിക്ക് ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. കാരണം മേയർ സ്ഥാനം ഞാൻ മോഹിച്ചത് ഒരു അധികാരമോഹി ആയതുകൊണ്ടാണ് എന്നുള്ളൊരു വാർത്ത പടർന്നിരുന്നു. ഇവർക്ക് എന്താ കൊമ്പുണ്ടോ, ഇവരെന്തിനാണ് മേയർ ആവുന്നത്, ഇവർ സാധാരണ കൗൺസിലറല്ലേ, ഇവർ കാരണമാണോ ഇത് ജയിച്ചു വന്നത്, ഇവർക്ക് മിണ്ടാതിരുന്നു ഒരു അധികാരമോഹി എന്ന് പറഞ്ഞ് എന്നെ തെറി വിളിച്ചവർ ഒരുപാട് പേരുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ. അത് കഴിഞ്ഞ് പിന്നെ അവർ പറഞ്ഞ എന്താണ്, മേയർ കൊടുത്തില്ലെങ്കിൽ പകരം അവർക്ക് നിയമസഭ കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ പകരം മറ്റത് കൊടുക്കും, ഇത് കൊടുക്കും. ഞാൻ പറഞ്ഞു, ഒന്നും നോക്കിയിട്ടല്ലല്ലോ നമ്മൾ വരുന്നത്. നമ്മളൊരു പാർട്ടി പ്രവർത്തകയാവാൻ വേണ്ടി വരുന്നത് നരേന്ദ്രമോദിജിയോടുള്ള ആരാധന കൊണ്ട്, ആ പ്രഭാവം കണ്ട് മയങ്ങി അദ്ദേഹത്തോടുള്ള ഒരു രാഷ്ട്ര സേവനം, അതുപോലെ മാതൃകയായിട്ട് എനിക്കും ഒരു രാഷ്ട്ര സേവനം ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ എനിക്ക് നേതൃസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു പുത്തരിയല്ല. ഞാൻ ഇത്രയും നാൾ പോലീസിലിരുന്നിട്ടും ഞാൻ അതിന് ശേഷം വിരമിച്ച ശേഷം ഒരു നേതൃസ്ഥാനത്തിലേക്കും ഒരു MD ആയിട്ട് കമ്പനിയുടെ MD ആയിട്ടോ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്കോ പോകാമായിരുന്നു, വേണമെങ്കിൽ പോയിട്ടില്ലല്ലോ, ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികാരമോഹമില്ല. അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കേണ്ട, ഞാൻ MLA സ്ഥാനം ഒന്നും നോക്കി പോകുന്ന ആളല്ല. വേണ്ടാന്നേ പറയുള്ളൂ. അതിനും കൗൺസിലർ സ്ഥാനം ചോദിച്ചപ്പോഴും വേണ്ടാന്നേ പറഞ്ഞുള്ളൂ. MLA ആയിട്ട് നിർത്താം എന്നൊരു ഓഫർ വന്നാലും എനിക്ക് ഇഷ്ടമില്ല, താല്പര്യമില്ല, എനിക്കിനി ഒരു മത്സരം വയ്യ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കിട്ടിയ ഈ പദവിയിൽ സംതൃപ്തിയാണ്. ഞാൻ കൗൺസിലറായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച 2000 പേരുണ്ട് ശാസ്തമംഗലത്ത്. അവരോട് എനിക്ക് ഒരു പ്രതിബദ്ധതയുണ്ട്. അതുകൊണ്ട് അവരെ സേവനം ചെയ്തുകൊണ്ട് ഞാൻ ഇരുന്നോളാം എന്നാണ് ആ ചാനലിലെ കുട്ടി വന്നപ്പോൾ ചോദിച്ചത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അധികാരമോഹിയാണല്ലോ, അധികാരത്തിന് വേണ്ടി അവരത് ചെയ്യുമല്ലോ, പ്രായച്ചിത്തം, പശ്ചാത്താപം. പാർട്ടിക്ക് പ്രായച്ചിത്തവും പശ്ചാത്താപവും ഒന്നും തോന്നേണ്ട കാര്യമില്ല, കാരണം അതിൻ്റെ ഒന്നും ബേസിസേ ബാക്ക്ഗ്രൗണ്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നീട് പലരും ഇതിനെപ്പറ്റി തന്നെ വീണ്ടും 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 ചോദിക്കുമ്പോൾ ശരി എന്ന് പറയും. ആ സാഹചര്യം അങ്ങനെ ആയിരുന്നു. എനിക്ക് അപ്പോഴും അധികാരമോഹമില്ല, ഇപ്പോഴും അധികാരമോഹമില്ല. ഇപ്പോഴും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയത് എങ്ങനെയാ ചോദിച്ചിരുന്നു? ഇല്ല, ഞാനൊന്നും ചോദിച്ചില്ല. ഞാൻ ഇവിടുന്ന് എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മാഡത്തിനെ പരിഗണിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിൽ താല്പര്യമില്ല, എന്നെ പരിഗണിച്ചാലും പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനിവിടെ എനിക്കിനി ഒരു ഇലക്ഷനും കൂടെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഞാൻ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഞാൻ മത്സരിച്ചത്. അത്രയും പ്രയാസമായിരുന്നു. പ്രായമായല്ലോ, നമുക്കിങ്ങനെ ഓടി നടന്ന് പ്രചാരണം നടത്തിക്കൊണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പ്രയാസമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ വീട്ടിൽ വന്നു, പിന്നെ അങ്ങനെ അതും പഴയതുപോലെ ഇങ്ങനെ അവർ പറഞ്ഞു. ഇപ്പോൾ എത്ര ദിവസമായി ഇറങ്ങി പുറപ്പെട്ടിട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയിട്ട്? ഇപ്പോൾ ഒരാഴ്ചയോളമായി. ഒരാഴ്ചയായി. ഇപ്പോൾ റോഡ് ഷോ എല്ലാം കഴിഞ്ഞു. ഒരുമാതിരി എല്ലായിടത്തും പോയി. ഇപ്പം എന്താ ചെയ്തത്? എല്ലായിടത്തും പോയിട്ടില്ല. ഇനി എനിക്കൊരു കുറച്ചും കൂടെ പണിയുണ്ട്. ഞാനിപ്പോൾ അത്രയും പ്രിയപ്പെട്ട ഒരു പ്രചാരണത്തിൻ്റെ ഇടയിൽ നിന്നാണ് ഷാജൻ ഇത്രയും സമയം തന്നിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് വിടണം, എനിക്ക് പോകണം. അല്ല, കുറച്ചുകൂടെ ഇതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ എന്തൊക്കെയാണ്? വട്ടിയൂർക്കാവിൽ എന്താണോ? അപ്പം എല്ലായിടത്തും ചെല്ലണ്ടേ? എല്ലാ വീടുകളിലും? വീടുകളിലില്ല. പക്ഷേ എനിക്കിപ്പോൾ ഈ പാർട്ടി ഏൽപ്പിച്ചിരുത്തി തന്നിരിക്കുന്ന ഈ ഒരു ദൗത്യം എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, ഒരു ആത്മാർത്ഥത തോന്നുന്നുണ്ട്. എന്നിൽ ഒരു വിശ്വാസമുള്ളത് കൊണ്ട് ആ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കണം.
അതെൻ്റെ ഒരു കടമയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും പരമാവധി ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തനം ചെയ്യണം, ജയിച്ചു വരണം. ഒരു ദിവസം ഈ ഇലക്ഷൻ പ്രചരണ ദിവസങ്ങൾ എങ്ങനെ? രാവിലെ ഒരു 5:30 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഒരു 6:30 ആകുമ്പോഴേക്കും ഞാൻ തയ്യാറായിട്ട് നിൽക്കും. മിക്കവാറും 7 മണി അടുപ്പിച്ച് തുടങ്ങും വർക്ക്. പല സ്ഥലത്തായിട്ട് പോകും. എന്നിട്ട് ഒരു ഉച്ചയ്ക്ക് കുറച്ച് സമയം, നല്ല ചൂടല്ലേ ഇപ്പോൾ, അതുകൊണ്ട് ഒരു 1.5 മണിക്കൂർ ഞാൻ സമയം ചോദിച്ചിട്ടുണ്ട്. ചില സമയം കിട്ടാറില്ല, ചില ദിവസം കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ 4 മണി 3:30 4 അടുപ്പിച്ച് അടുത്ത തുടങ്ങും, ഉച്ചക്കലത്തെ പ്രചാരണം തുടങ്ങും. പിന്നെ വൈകിട്ട് അത് ചിലപ്പോൾ 9:30 10 മണി വരെ നീണ്ടുപോകും. ഈ വഴിയിൽ സമ്മേളനങ്ങളാണോ മെയിൻലി? അല്ല, നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് പോകുന്നുണ്ട്. ചില വീടുകളിൽ കുടുംബ സംഗമം വെക്കുന്നുണ്ട്. ചില നമ്മൾ ഈ മാർക്കറ്റ് ഏരിയകളിൽ നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നടന്ന് ആളുകളോട് വോട്ട് ചോദിക്കുന്നുണ്ട്. ചില വീടുകളിൽ കയറുന്നുമുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഇതുവരെയുള്ള പ്രചാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ ഉത്സവങ്ങളുടെ സമയമായതുകൊണ്ട് പല ഉത്സവങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെ പോയി, പിന്നെ ചില നേതാക്കന്മാരെ പോയി കണ്ടു. ഇനിയിപ്പോൾ വലിയ സമ്മേളനങ്ങൾ വരുമല്ലേ, എല്ലായിടത്തും പ്രസംഗിച്ച് പോകണ്ടേ, എല്ലായിടത്തും പോകണ്ടേ? അത് ശക്തി കേന്ദ്ര ഉദ്ഘാടനത്തിന് ഇപ്പോഴും പ്രസംഗിക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു 4-5 മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കുന്നുണ്ട്. മടുക്കത്തില്ലേ? ഇല്ല. അതിൻ്റെ ഫീൽ എങ്ങനെയാണ്? ആ സ്പിരിച്വാലിറ്റി എന്താ പറയുക, എനിക്ക് കിട്ടുന്ന ഊർജ്ജം അത്രയ്ക്കുണ്ട് ജനങ്ങളിൽ നിന്ന്. നമ്മൾ എവിടെ പോയാലും ആളുകളുടെ സ്നേഹം, ഓരോരുത്തർ വന്നിങ്ങനെ സംസാരിക്കുന്നത്, കൈ പിടിക്കുന്ന സ്ത്രീകളും കുട്ടികളും എന്നോട് കാണിക്കുന്ന ഒരു എന്താ പറയുക ആദരവ്, ഒരു സ്നേഹമാണ് കൂടുതൽ. സ്നേഹം കൊണ്ട് പൊതിയുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അമ്പലത്തിൽ പോയാൽ തന്നെ കുറേ പേര് വന്നിട്ട് സ്നേഹം കൊണ്ട് പൊതിയുക. ഏതെങ്കിലും നമ്മൾ നടന്ന് ഏതെങ്കിലും കടയിൽ ചെല്ലുമ്പോൾ മാഡം അങ്ങനെ ഒരു മാഡം വന്നോ, കണ്ടല്ലോ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാണണമെന്ന് പറഞ്ഞ് വരിക. 2 ദിവസം മുമ്പ് പാലയിൽ നിന്നൊരു കുടുംബം വന്നു. അതിനകത്ത് ഒരു ജിജിമോൻ എന്ന് പറയുന്ന ഒരാൾ എന്നെക്കുറിച്ച് ഒരു പാരഡി ഗാനം എഴുതിയത് എന്നെ കേൾപ്പിക്കാനായിട്ട് അയാൾ ഒരു 2-3 മണിക്കൂറോളം തിരുവനന്തപുരത്ത് എന്നെ അന്വേഷിച്ച് കറങ്ങി നടന്ന അവസാനം ഉള്ളൂർ വെച്ച് പിടിച്ചിട്ട് അവിടെ വെച്ച് അദ്ദേഹം പാടിയ പാരഡി ഗാനം കേൾപ്പിച്ചു. അതെൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഞാനത് എൻ്റെ അടുത്ത് വന്ന് വായിച്ച് കേൾപ്പിച്ചു. വായിച്ചില്ല, പാടി കേൾപ്പിച്ചു. പാട്ടാണത്. സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. ജിജിമോൻ ഭാര്യ മക്കളെ 2 പേരും കൂടെ പാലയിൽ നിന്ന് ഇതുവരെ വന്ന് എന്നെ ആ ഒരു ഗാനം കേൾപ്പിക്കാനായിട്ട് വന്ന് എന്നെ കേൾപ്പിച്ച ശേഷം ഫോട്ടോ എടുത്ത് തിരിച്ചു പോയി. ഇതൊക്കെ വലിയൊരു എന്താണ്, ഒരു ഭയങ്കര സ്നേഹം കിട്ടുന്ന ഒരു ഫീലിംഗ്. ഇതിൽ നിന്നൊക്കെയല്ലേ ഒരുപാട് നമുക്ക്. വട്ടിയൂർക്കാവിന് വേണ്ടി എന്താണ് മനസ്സിലിരിക്കുന്നത്? വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ ജയിപ്പിച്ചാൽ എന്താണ് വട്ടിയൂർക്കാവുകാരോട് പറയാനുള്ളത്? എന്തിന് ശ്രീലേഖയെ വട്ടിയൂർക്കാവുകാർ MLA ആയിട്ട് ജയിപ്പിക്കണം? വികസന മുരടിപ്പ് ഒരുപാടുള്ള ഒരു സ്ഥലമാണ് വട്ടിയൂർക്കാവ്. അവിടെ ഒരു MLA ഇപ്പോൾ 2 ടേമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരുപാട് കാര്യം ചെയ്തതായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. സഹോദരനാണ്, ഇപ്പോഴും കാണുമ്പോൾ നല്ല സ്നേഹത്തോടു കൂടിയാണ്. പക്ഷേ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതല്ലേ MLA ചെയ്യുന്നത്. നമ്മൾ സഹോദര സ്ഥാനത്ത് കാണുന്നതും MLAയുടെ സ്ഥാനത്ത് കാണുന്നതും രണ്ടും രണ്ടല്ലേ. സോ ആസ് എൻ MLA ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എനിക്ക് അവിശ്വസനീയമായിട്ട് തോന്നുന്നത്, എവിടെ നിന്നാണ് ഈ 1500 കോടി കിട്ടുക എന്നുള്ളതാണ് ഒരു MLAക്ക് 8 വർഷം കൊണ്ട്. MLA ഫണ്ട് എന്ന് പറയുന്നത് MLA ഫണ്ട് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു വർഷം 5 കോടി രൂപ വെച്ചേ കിട്ടുകയുള്ളൂ. കൂടാതെ നമ്മൾ കേന്ദ്ര ഫണ്ടിൽ നിന്നും മറ്റ് ഫണ്ടുകളിൽ നിന്നും കിഫ്ബിന്ന് ലോൺ എടുത്തും കിഫ്ബി ഫണ്ട് അതിൽ നിന്നുമൊക്കെയാണ് ബാക്കി ഫണ്ടുകൾ വിനിയോഗിക്കാൻ പറ്റുക. അപ്പോൾ അത് കേരള സർക്കാർ ഇത്രയും ഒരു സാമ്പത്തിക പരുങ്ങലിൽ കിടക്കുന്ന സമയം ഇത്രയധികം കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നത് ഒരു വികസനമാകുന്നില്ല. വികസനം നമ്മുടെ കൺമുന്നിൽ കാണണം. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകൾ ഞാൻ വലുതാക്കാനായിട്ട് പൊട്ടിപ്പൊളിച്ചതാണ്, അല്ലെങ്കിൽ പേരൂർക്കട മേൽപ്പാലം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പേരൂർക്കട സൊസൈറ്റി മുഴുവൻ പൊളിച്ചു, അവിടെ ഒരു മിനി ടവർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇന്ന കെട്ടിടം കെട്ടിവെച്ചു എന്നൊക്കെ പറയുന്നത് 2.5-2.25 കോടിയുടെ കെട്ടിടത്തിന് 1 കോടി താഴെ എങ്ങാണ്ട് വരുള്ളൂ. കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതെന്തിനാണ് ഈ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഹസനം എന്നത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നമുക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിനൊരു മാറ്റം വേണം. ശരിക്കും ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു സുസ്ഥിര അഴിമതിരഹിത വികസനം അവിടെ വേണം. പേരൂർക്കട ജനറൽ ആശുപത്രി വളരെ പരിതാപകരം, മെൻ്റൽ ഹോസ്പിറ്റൽ വളരെ പരിതാപകരം. അവിടെ ഒരു പോളിടെക്നിക് ഉള്ളത് വളരെ മോശം രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടുത്തെയുള്ള സ്കൂളുകൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവകാശമുണ്ട്, അതിന് നമ്മൾ സമ്മതിക്കുന്നില്ല. അവിടുത്തെ കുട്ടികൾക്ക് വിദേശത്ത് കടന്നു പോകാതെ ഒരു നല്ല സ്കില്ലിങ് കൊടുക്കാനുള്ള ഒരു നല്ല ഹബ്ബ് വേണം. അവിടെയുള്ള പ്രായമുള്ള ആൾക്കാർക്ക് ഒരു ഹാപ്പിനെസ് സെൻറ്റർ വേണം. ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും. ഇതൊക്കെയാണ് പാഷൻ എൻ്റെ. ഈ കെ മുരളീധരൻ വളരെ ശക്തനായ എതിരാളിയാണ്, വലിയ രാഷ്ട്രീയ പരിചയമുള്ള ആളാണ്. ഒരുപക്ഷെ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ അങ്ങ് പോലീസിലുണ്ടായിരുന്നു? ഇല്ല. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ CBI-യിലായിരുന്നു. ഞാൻ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയം.
അതിന് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അപ്പം അപ്പോൾ അദ്ദേഹം ശക്തനാണെന്ന് പറയുന്നു. എങ്ങനെ അദ്ദേഹത്തെ ഇപ്പോൾ ഈ പഴയ പോലെ ഇത് വലിയ ത്രികോണ മത്സരമാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിൻ്റേത്. അപ്പോൾ ഇപ്പം അങ്ങനല്ല. അപ്പോൾ അതെങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്? അത് ടഫായിരിക്കും, വളരെ ചലഞ്ചിങ് ഒരു മത്സരമായിരിക്കും അവിടെ നടക്കാൻ പോകുകയെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ പ്രചരണം ഇത്രയധികം കഷ്ടപ്പെട്ടതാവുന്നത്. അതുകൊണ്ടാണ് അതിന് കുറച്ചും കൂടെ റീച്ച് കിട്ടാൻ വേണ്ടി ആളുകളുടെ അടുത്ത് എല്ലായിടത്തും എനിക്ക് പോകേണ്ടി വരുന്നത്. ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം പാർട്ടി കൈകാര്യം ചെയ്തോളുമല്ലേ തൽക്കാലം? അങ്ങനെയല്ല, നമ്മളും ചെയ്യണമല്ലോ കുറച്ച്. ആണല്ലേ? കുറച്ച് പൈസ നമുക്കും കൂടെ ഇട്ട് ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. അതിൻ്റെ സാമ്പത്തികത്തെക്കാൾ കൂടുതൽ പ്രധാനമുള്ളത് നമ്മുടെ എഫേർട്ടാണ്. ഞാൻ വിചാരിക്കുന്നത് ആയാസം, നല്ല ഒരു ആയാസം കൊണ്ട് എനിക്ക് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചാൽ അതിന് ഫലം കിട്ടും എന്നതാണ്. കുടുംബത്തിൻ്റെ പിന്തുണ പിള്ളേരൊക്കെ പൂർണ്ണമായിട്ടുണ്ട്. എനിക്കൊരു മോനേ ഉള്ളൂ. അവനാണ് ആദ്യമായിട്ട്, അവന് ഒരു IT സ്വന്തമായിട്ട് കമ്പനിയുണ്ട്. അവനൊരു ബിസിനസ് കൺസൾട്ടൻസി ഫേമാണ്. കേരളത്തിലാണ്, എറണാകുളത്തെ ഇൻഫോ പാർക്കിൽ, കാക്കനാട്. എൻ്റെ ഭർത്താവ് യെസ് പറയുന്നതിന് മുമ്പേ അവനാണ് പറഞ്ഞത്. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇപ്പം യെസ് പറയരുത്, ഇപ്പം അവർ വീണ്ടും നിർബന്ധിക്കുകയാണ്, മത്സരിക്കേണ്ട, MLA ആയ വലിയ തലവേദനയായിരിക്കും വീണ്ടും, അതുകൊണ്ട് മത്സരിക്കേണ്ടെന്ന് തന്നെയാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ യു ഗോ ഹെഡ്, ധൈര്യമായിട്ട് പോയി, എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ എന്നാ നിൽക്കുന്ന റിട്ടയർമെൻറ്റ് ജീവിതത്തിലെ ഒരു സന്തോഷം തന്നെ വേണ്ടെന്ന് വെച്ച് രാഷ്ട്രീയത്തിലിറങ്ങി ഇപ്പം വീണ്ടും സന്തോഷം, ഈ പൊതുപ്രവർത്തനം കൊണ്ട് വളരെ ആഹ്ലാദത്തിലാണല്ലേ? അത് രണ്ടാണ്. റിട്ടയർമെൻറ്റ് ജീവിതത്തിലുള്ള റെസ്റ്റ് എന്നാണ് നമ്മൾ കൂടുതൽ വെൽ ഏൺഡ് റെസ്റ്റ് എന്നൊക്കെ പറയൂലേ. നമുക്ക് ആ ഒരു സമയത്ത് ഒരു 5 വർഷത്തെ ബ്രേക്ക് എനിക്ക് വേണമായിരുന്നു. ആ ബ്രേക്ക് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ പരുവപ്പെട്ടു വന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് എനിക്ക് വേറൊരു രീതിയിലുള്ള ഒരു ഉഷാറാണ് തന്നിരിക്കുന്നത്. കുറച്ചും കൂടെ നല്ല രീതിയിൽ ആളുകളെ, നമ്മുടെ സഹോദരന്മാരെ സേവനം ചെയ്യാം, നമ്മുടെ നാടിന് നന്മ വരുത്താം. അത് ഒരു വികസന പാതയിലേക്ക് നയിച്ചുകൊണ്ട് പോകാനുള്ള ഒരു അപൂർവ അവസരം എന്നൊക്കെ പറയുന്നത് അതൊരു വലിയൊരു നിയോഗമല്ലേ? ഞാൻ എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് 1 മണിക്കൂർ സംസാരിക്കാനുണ്ട്. പക്ഷേ തൽക്കാലം മതി, പിന്നെ ഞാൻ MLA ആയിട്ട് വന്നിട്ട് സംസാരിക്കാം. ഓക്കെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു.